കരങ്ങളിലിരിക്കുന്ന ബൈബിൾ 31,171 വാക്യങ്ങൾ, 39 പഴയ നിയമ ഗ്രന്ഥങ്ങൾ, 27 പുതിയ നിയമ അധ്യായങ്ങൾ, പുതിയ നിയമ പുസ്തകങ്ങൾ, 66 ഗ്രന്ഥങ്ങളുടെ സമാഹാര ഹോളി ബൈബിൾ, 1189 അധ്യായങ്ങളാ വിശുദ്ധ തിരുവചനത്തിനകത്ത് 5 ഭാഗങ്ങളായി തിരുവചനത്തെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പുതിയ നിയമത്തെ മത്തായിയും മർക്കോസും ലൂക്കോസും യോഹന്നാനും സുവിശേഷത്തിന്റെ ഏടുകൾ യേശുക്രിസ്തുവിനെ പറ്റി ആക്ഷരികമായി മശിഹാത്വവും ദാസത്വവും ദൈവത്വവും പുത്രത്വവും എല്ലാം വരച്ചു കാട്ടുന്നു. രണ്ടാം തലം അപ്പോസ്തല പ്രവൃത്തികൾ, സഭയുടെ ചരിത്രം ലൂക്കോസ് വൈദ്യനാൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. മൂന്നാമത്തെ തലം പുതിയ നിയമസഭയുടെ ഉപദേശത്തിന്റെ കാൽകൽപ്പനികമായ ദൂതുകൾ അപ്പോസ്തലന്മാർ കൂടി രേഖപ്പെടുത്തുന്നു. റോമ, കോരിന്ത്യ, തെസലോനിക്ക, തിമോഥെയോസ്, എബ്രായർ, എഫേസ്യർ, രക്ഷ, മാനസാന്തരം, സ്നാനം, വേർപാട്, വിശുദ്ധി, വരുവാനിരിക്കുന്ന നിത്യതയെല്ലാം അതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു. അത് കഴിയുമ്പോൾ തുലോം, നാലാമത്തെ തലം, ഈ ലോകാവസാനം, എതിർക്രിസ്തുവിന്റെ പ്രത്യക്ഷത, വരുവാനിരിക്കുന്ന ലക്ഷണങ്ങളുടെ ഒരു ചുരുളുകൾ ചെറിയ ലേഖനങ്ങളിലകത്ത് രേഖപ്പെടുത്തി. 1 പത്രോസും 2 പത്രോസും, 1 യോഹന്നാനും 2 യോഹന്നാനും 3 യോഹന്നാനും, തീത്തോസും ഫിലോമോനും യാക്കോബും യൂദായും. യൂദ ഒറ്റ അധ്യായം കൊണ്ട് ഇത് പരിസമാപ്തി കൊടുക്കുമ്പോൾ ഉലകത്തിന്റെ അന്ത്യത്തെപ്പറ്റി ഒരു വാക്ക് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇതിലേക്ക് കടക്കുന്നു. നിങ്ങൾക്ക് ഏവർക്കും അറിയാം, യൂദ പറയുന്നുണ്ട്, ആദം മുതൽ 7-ാമനായ ഹാനോക്ക് കുഞ്ഞിനെ പ്രവചിച്ചിരിക്കുന്നു, കാത്തിരിക്കുന്ന തന്റെ ഭക്തന്മാരെ ചേർക്കുക, കോടാനുകോടി ദൂതന്മാരുമായി കാന്തൻ മധ്യാകാശത്തിൽ വെളിപ്പെടും. സ്വോത്രം. ദൈവസഭയുടെ പ്രത്യാശയുടെ കാൽപ്പനികമായ ഉപദേശത്തുകൾ തിരുസഭയ്ക്ക് വേണ്ടി പകർന്നു കൊടുക്കുമ്പോൾ അന്ത്യദിനങ്ങളുടെ ചാലുകളെ പറ്റി യൂദ അതിനകത്ത് പ്രതിപാദിക്കുന്നു. തീർന്നില്ല, അതിന്റെ അപ്പുറത്തൊരു ഭാഗമുണ്ട്. പൂഞ്ഞാങ്കോടുകാർ കേൾക്കണം. കള്ളു കുടിച്ച് കഞ്ചാവടിച്ച് ലോകത്തിന്റെ മോഹങ്ങളിലകത്ത് പകയും പിണക്കവും കോപവും ദ്വന്ദ്വപക്ഷവും ചാരശങ്കയും ഇതെല്ലാമായി നടക്കുന്ന സകലരെ ന്യായം വിധിക്കുവാൻ ഏകന ന്യായാധിപതിയുമായി കർത്താവ് വെളിപ്പെടും. അപ്പൊ കോവിഡ് ഉടനെ അങ്ങ് മാറത്തില്ല. കോവിഡിന് ശേഷം വീണ്ടും മഹാവ്യാധികൾ ഇവിടെ ആഞ്ഞടിക്കുന്നതെന്ന് രാത്രി നാം ചിന്തിക്കുമ്പോൾ ഞങ്ങളെപ്പോലുള്ള ഉപദേശിമാർ പടകും വലയും അന്വേഷിച്ചു വീണ്ടും മീൻ പിടിക്കാൻ പത്രോസിനെ പോലെ പോകുന്ന ഒരു കാലം വരുന്നത് കണ്ട് യൂദായോട് സ്വർഗം പറഞ്ഞു, വീണ്ടും എഴുതി, വീഴാതിരിപ്പാൻ നിങ്ങളെ തന്നെ സൂക്ഷിച്ച് ഏകനാഥൻ സത്യദൈവ കളങ്കമറ്റ ആനന്ദപൂർണ്ണതയോടെ നിത്യതയിലെത്തിക്കുന്ന നാഥന്റെ വചനത്തെ ഏറ്റെടുക്കുന്ന ദൈവമക്കൾ യോഗത്തിന്റെ പരിസമാപ്തിയിൽ ഇങ്ങനെ പറയും, ആമേൻ കർത്താവായ യേശുവേ വരേണമേ. സ്തോത്രം. നിങ്ങളെപ്പോലുള്ള വിശ്വാസികൾ വരേണമെന്ന് പറയും, ഞങ്ങളെപ്പോലുള്ള പാസ്റ്റർമാർ തരേണമെന്ന് പറയും. സ്തോത്രം. അത് മാറ്റത്തില്ല. ഞങ്ങൾ പഠിച്ചതെല്ലാം പാടത്തോളൂ. അവർക്ക് വേണ്ടി വിശുദ്ധ വെളിപ്പാട് പുസ്തകം, ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തനും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പ്രതിഫലം കൊടുപ്പാൻ എൻ്റെ കൈവശമുണ്ട്. ശ്രദ്ധയോടെ ഇരിക്കണം. AD 30 ഏപ്രിൽ മാസം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ കാൽവറിയുടെ ക്രൂശീകരണം. ആ കാലഘട്ടത്തിനകത്ത് റോമിന്റെ ഭരണാധികാരികൾ 5 കോടതികൾ 7 പ്രാവശ്യം മാറി മാറി വിസ്തരിച്ചു. അവനിൽ യാതൊരു കുറ്റവുമില്ല. പീലാത്തോസിന്റെ അരമനയിൽ എന്തെങ്കിലും ചെയ്തിട്ട് യേശുവിനെ പുറത്തുവിടാൻ നോക്കുമ്പോൾ യഹൂദന്റെ പള്ളിപ്രമാണിമാരും പരീശന്മാരും പറഞ്ഞൊരു വാക്യമുണ്ട്, അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും വന്ന് ഭവിക്കട്ടെ. വചനത്തിന്റെ പൊരുളുകൾ ഇന്ന് രാത്രി മനസ്സിലാക്കണം. 2 കള്ളന്മാരുടെ നടുവിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പരമായി യാഗമാകുന്നു. അതിനുശേഷമുള്ള കാലഘട്ടം റോമിന്റെ ക്രൂരമായ ശിക്ഷാവിധികൾ. AD 37 ശ്രദ്ധയോടെ ഇരിക്കണമേ. അനുഗ്രഹിക്കപ്പെട്ട ഭക്തനായ സ്തേഫാനോസിനെ കല്ലെറിയുന്നു. അവൻ സ്വർഗത്തിലേക്ക് നോക്കുമ്പോൾ സ്വർഗം അവന് വേണ്ടി തുറന്നിരിക്കുന്നു. ആ കല്ലെറിയുന്ന ശൗലിനെ പിന്നത്തതിൽ ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് മിന്നിത്തിളങ്ങുന്ന വെളിച്ചത്തിനകത്ത് കുതിരയ്ക്കകത്ത് കുളമ്പടിയുമായി യാത്ര ചെയ്യുമ്പോൾ സ്വർഗത്തിന്റെ ടോർച്ചടിയേറ്റ് താഴെ വീണുന്ന ശൗലിന്റെ കരങ്ങളിലേക്ക് അനന്യാസിന്റെ കരം വെക്കുമ്പോൾ അവന്റെ കണ്ണ് തുറന്നുകൊണ്ട് തിരുസഭയ്ക്ക് വേണ്ടി 14 ലേഖനങ്ങൾ മൊഴിമുത്തുകളായി രേഖപ്പെടുത്തിയവൻ ജീവിതത്തിന്റെ അന്ത്യത്തിൽ മർമാട്ടൻ ഗുഹയ്ക്കകത്ത് കിടക്കുമ്പോൾ റോമിന്റെ ഭരണാധികാരികൾ വിരിച്ചു കൊണ്ടുവരുന്നു. പരാജയത്തിന്റെ വാക്കുകളല്ല, വിജയത്തിന്റെ വാക്കുകൾ അവന്റെ മുൻപിൽ അവതരിപ്പിക്കുന്നു. ഓസ്ട്രേലിയ ചന്തയിൽ കൊണ്ടുവന്ന് കഴുത്തനക ദീർഘവാൾ കൊണ്ട് അവന്റെ തലയിറക്കുമ്പോൾ ഒരു ശബ്ദം അവിടെ നിന്ന് പുറത്തു വരുന്നു, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. എനിക്കായി മാത്രമല്ല, തിമോഥെയോസേ, പ്രിയപ്പെട്ട ദൈവകുഞ്ഞുങ്ങളെ, കാത്തിരിക്കുന്ന സകലർക്കും ജീവകിരീടം പ്രതിഫലം തരുവാൻ നാഥൻ വരും. പൗലോസിന്റെ നാവ് ചലിച്ചുകൊണ്ടിരുന്ന ആ കാലഘട്ടത്തിനകത്ത് മുൻപോട്ട് ചലിക്കുമ്പോൾ അപ്പോസ്തലന്മാർക്കെല്ലാം ക്രൂരമായ ശിക്ഷാവിധിയ റോം കൊടുക്കുന്നത്. യാക്കോബും പത്രോസുമല്ല ക്രൂരമായ ശിക്ഷാവിധിയ ആദ്യം റോം കൊടുത്തുകൊണ്ടിരുന്നത്. മനുഷ്യന്റെ തല വെട്ടുന്നു, അതുപോലെ തന്നെ തല കീഴായി ക്രൂശിക്കുന്നു. ഇതെല്ലാം കാണുമ്പോൾ AD 64 കാൽവറി ദർശനം കണ്ട ഒരു അപ്പോസ്തലൻ യാത്രയാകുന്നു. അദ്ദേഹം യാത്രയാകുന്ന തുർക്കിയിലെ ഏഷ്യ മൈനറിലേക്ക്, പാശ്ചാത്യ പൗരസ്ത്യ റോമയുടെ കേന്ദ്രമാ തുർക്കി. ആ തുർക്കിയിലേക്ക് പോയി ആസിയയിലെ 7 സഭകൾ സ്ഥാപിക്കുന്നു. എഫെസോസ് മുതൽ ലവോദിക്ക വരെയുള്ള സഭകൾ സ്ഥാപിക്കുന്ന കാലഘട്ടത്തിനകത്ത് റോമിന്റെ കൈസർമാർ ഹെരോദാവും പീലാത്തോസും എല്ലാം മാറിക്കഴിയുമ്പോൾ വെസ്പേഷ്യന്, അതിനുശേഷം വരുന്ന നീറോയും ടൈറ്റസും എല്ലാം ക്രൂരമായ ശിക്ഷാവിധികളാണ് കൊടുക്കുന്നത്. ഇന്ന് രാത്രി വചനത്തിന്റെ അന്തസത്തയിലേക്ക് നാം കടക്കുമ്പോൾ അന്ന് ഉപദേശിയെ പിടിച്ചു കഴിഞ്ഞാൽ റോമിന്റെ ഭരണകൂടം കൊടുക്കുന്ന എന്താണെന്നറിയാമോ? സാധാരണ ശിക്ഷയല്ല കൊടുക്കുന്നത്. ഇന്ന് നമ്മുടെ ലൈറ്റ് ആൻഡ് സൗണ്ട്സ് ഇവിടെ ശരിയാക്കിയിരിക്കുന്ന നല്ല നിയോൺ ബൾബുകളും ഹാലജൻ ബൾബുകളും. അന്ന് ബ്രിട്ടനിൽ ഒരു തിയേറ്റർ ഉണ്ട്. ദിലീപും മോഹൻലാലും അല്ല ഭൂമിക്കടിയിൽ ആദ്യത്തെ തിയേറ്റർ ഉണ്ടാക്കിയത്. ബ്രിട്ടനിലെ ഭരണാധികാരികൾ കാറ്റക്കൊമ്പ് കൊലോസിയോ അവിടെ രാത്രിയിൽ പാർട്ടി നടക്കുമ്പോൾ എന്താ ചെയ്യുന്നത്?
ചെയ്യുന്നത്? ഉപദേശിമാരുടെ തലയ്ക്കകത്ത് മൺചട്ടി വെക്കും, അതിനകത്ത് കൽക്കരിയിട്ട് തൂണോടുകൂടി ബന്ധിക്കും, മണ്ണെണ്ണ ഒഴിച്ചിട്ട് രാത്രിയിൽ കത്തിക്കുമ്പോൾ തല മുതൽ താഴേക്ക് കത്തുമ്പോൾ ഉപദേശിയുടെ നാവ് ചലിച്ചുകൊണ്ടിരിക്കും, മാറാനാഥ യേശുവേ വരണമേ. റോമിന്റെ ഭരണകൂടം ദൈവവചനം എടുത്ത ശിക്ഷാവിധിയാണ് കൊടുത്ത് തീർന്നില്ല. കാട്ടാക്കടയിൽ നിന്ന് കട്ടക്കോടേക്ക് വരുമ്പോൾ നമുക്കറിയാം നല്ല മരങ്ങൾ നിൽപ്പുണ്ട്, അവിടേക്ക് ഒരു ഉപദേശിയെ കൊണ്ടുപോകുക. എന്താ ചെയ്യുന്നത്? ചില്ലകൾ വടത്താൽ കൂട്ടിയടുപ്പിക്കും. എന്നിട്ടൊരു കാര്യം ചെയ്യും, 2 കാലുകൾ തല കീഴായി മനുഷ്യന് വെച്ചിട്ട് ചില്ലക്കകത്ത് കെട്ട്. ആ കെട്ട് മുറുകുമ്പോൾ ഉപദേശി അടുത്ത പരിപാടി ചെയ്യും. എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? ഈ കെട്ടഴിച്ചു വിടുമ്പോൾ ചില്ല 2 ഭാഗത്തേക്ക് പോകുമ്പോൾ പച്ച മനുഷ്യന്റെ ശരീരം നെടുകെ കീറുമ്പോൾ മരത്തിനകത്തുനിന്ന് ഉപദേശി വിളിച്ചു പറയും, മാറാനാഥ യേശുവേ വരണമേ. തീർന്നില്ല. കാട്ടാക്കട കിള്ളി റോഡിനകത്ത് നല്ല ടാർപ്പാട്ട ഉണ്ടല്ലോ, നിങ്ങൾ കാണുന്നല്ലോ. ആ ടാറിന്റെ പാട്ട തുറന്ന ടാറ് കമത്തുന്നത്. പക്ഷേ ടാർപ്പാട്ടയ്ക്കകത്ത് താറ് കമത്തുന്നതിന് പകരം മറ്റൊരു കാര്യം ചെയ്യും, ഉപദേശിയുടെ തല അതിനകത്ത് ഇടിച്ചു കയറ്റും. എന്നിട്ടൊരു കാര്യം ചെയ്യും, ശരീരം പാട്ടയുമായി ബന്ധിച്ചതിന് ശേഷം തീയിട്. ആ ടാർപ്പാട്ട റോഡിൽ കൂടി ഇട്ടുമ്പോൾ കൈകാലുകൾ കിടന്നടിക്കും. പാട്ടയ്ക്കകത്തൊരു നിലവിളി. തലവേകുമ്പോൾ ഉപദേശി വിളിച്ചു പറയും, മാറാനാഥ യേശുവേ വരണമേ. റോമിന്റെ ശിക്ഷാവിധികൾ എത്രയാണെന്നറിയാമോ? നല്ലൊരു ഉപദേശിയെ കിട്ടിയാൽ വായ്ക്കകത്തേക്ക് ഹോസ് കൊടുക്കും, നല്ല വെള്ളം അടിക്കുക. എന്നിട്ടൊരു കാര്യം ചെയ്യുക, അവനെ കെട്ടി നിർത്തിയിട്ട് ക്രൂരമായ വന്യമൃഗം, കുതിരയോ അതുപോലെ തന്നെ പുലിയോ ഒക്കെ കൊണ്ടുവന്നിട്ട് കാലെന്തോ ചെയ്യുക, വയറ്റിനകത്ത് ചവിട്ടുമ്പോൾ ഉദരഭാഗം പൊട്ടുമ്പോൾ വെള്ളം പുറത്തേക്ക് വരും, മാംസവും രക്തവും തെറിക്കുമ്പോൾ ഉപദേശി വീണ്ടും ശരീരം കീറി മരിക്കുന്ന കാഴ്ച. ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കളെ, നമ്മുടെ കരങ്ങളിലേക്ക് ഈ വിശുദ്ധ തിരുവെഴുത്തൊന്ന് എത്തുവാൻ വേണ്ടി ആരുടെയൊക്കെയോ തലകൾ ഹല്ലേലൂയ ടാർപ്പാട്ടയ്ക്കകത്ത് ഉരുണ്ടത്, ആരുടെയോ കൈകാലുകൾ മരത്തിനകത്ത് ചില്ലകൾക്കകത്ത് തൂങ്ങിയാടിയത്, ആരുടെയൊക്കെയോ തലകൾ കാരാഗ്രഹത്തിനകത്ത് വെന്തുമാറിയത്, ആരുടെയോ ശരീരത്തിനകത്ത് കുതിരയുടെ മൂർച്ചയേറിയ കുളമ്പടികൾ ചലിച്ചതുകൊണ്ട് ഇന്ന് രാത്രി നമ്മുടെ മേൽ ഈ വചനം കരങ്ങളിൽ ഇരിക്കുന്നത്. അതിനായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. AD 95 കാലഘട്ടത്തിനകത്ത് ഡൊമീഷ്യൻ എന്ന ക്രൂരനായ ചക്രവർത്തി ധന്യനായ അപ്പോസ്തലനെ അഥവാ ഹല്ലേലൂയ സുവിശേഷത്തിന്റെ ഏടുകൾ ചമച്ച യോഹന്നാൻ ഉപദേശിയെ എവിടത്തേക്ക് പോകുന്നു? പത്മോസിലേക്ക് സ്ഥലം മാറ്റുന്നു. ശ്രദ്ധയോടെ ഇരിക്കണം. കാൽവറിയുടെ കൊലക്കളത്തിൽ 39 അടികൾ, 156 മുള്ളുള്ള കിരീടം, പെരട്ടോണിയസിന്റെ ചാട്ടവാറിനകത്ത് ഈയക്കട്ടയും വാളച്ചൂണ്ടയും കൊണ്ട് തകർക്കപ്പെട്ട ശരീരം കണ്ട യോഹന്നാൻ പത്മോസിലേക്ക് യാത്രയാകുന്നു. യേശു പ്രാണന വിടുന്നു. എലി എലി ലമ്മാ ശബത്താനി, എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ന്. അവൻ അവസാന നിമിഷം കണ്ണു തുറക്കുമ്പോൾ 2 പേരെ കാണുന്നുണ്ട്. 1 യേശുവിൻ്റെ അമ്മ മറിയ, 2 മാറോട് ചേർന്നിരുന്ന യോഹന്നാൻ. ശ്രദ്ധയോടെ ഇരിക്കണമേ കുഞ്ഞുങ്ങളെ. ആ ശ്വാസം വിടുന്നതിന് മുമ്പ് യേശു മറിയോട് പറഞ്ഞൊരു കാര്യമുണ്ട്, സ്ത്രീയെ ഇതാ നിന്റെ മകൻ, യോഹന്നാനെ ഇതാ നിന്റെ അമ്മ. അവിടെ വെച്ച് ആ പ്രഭാഷണം അവസാനിപ്പിക്കുന്നു. നിങ്ങളുടെ കരങ്ങളിലിരിക്കുന്ന ബൈബിളിൽ പൗലോസ് 14 ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്, പക്ഷേ സുവിശേഷം എഴുതിയിട്ടില്ല, പ്രവചനം എഴുതിയിട്ടില്ല. തീർന്നില്ല. ലൂക്കോസ് വൈദ്യൻ സുവിശേഷം എഴുതിയിട്ടുണ്ട്. അപ്പുറത്തേക്ക് ലോകത്തിന്റെ ചരിത്രത്തെക്കൂട്ട് സഭയെ ചരിത്രം എഴുതി, പക്ഷേ വെളിപ്പാടും സുവിശേഷം അത് കഴിഞ്ഞിട്ട് ലേഖനവും എഴുതിയില്ല. ഇന്ന് രാത്രി 3 തലങ്ങളിൽ ചലിച്ച ഒരു വ്യക്തിയാ രക്ഷയുടെ സുവിശേഷകനായ യോഹന്നാൻ അപ്പോസ്തലൻ. എന്താ യോഹന്നാൻ? കാൽവരി ദർശനം കണ്ട യോഹന്നാനെ പരിശുദ്ധാത്മാവ് കരങ്ങളിലെടുത്തു. സുവിശേഷത്തിന്റെ ഏടുകൾ ചമയ്ക്കുവാൻ എഴുതലയായി. ആ സുവിശേഷമായ യോഹന്നാന്റെ സുവിശേഷം ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, ക്രിസ്തീയ ജീവിതത്തിൽ കൂടി അന്ത്യം വരെ നടക്കുന്ന കുഞ്ഞാടാകുന്ന ക്രിസ്തുവിന് ലേഖനങ്ങളിലല്ല സുവിശേഷങ്ങളിൽ കൂടി വരച്ചു കാട്ടുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തു. തീർന്നില്ല. പുതിയ നിയമത്തിലേക്ക് വന്നാൽ 3 ലേഖനങ്ങൾ അവൻ ചമയ്ക്കുവാനിടയാക്കി. 1 യോഹന്നാൻ, 2 യോഹന്നാൻ, 3 യോഹന്നാൻ. വരുവാനിരിക്കുന്ന ക്രിസ്തുവിന്റെ പ്രത്യക്ഷത. അപ്പുറത്തേക്ക് ഉപദേശത്തിന്റെ അതിർവരമ്പ് കടക്കുന്ന ഏവനെയും ന്യായം വിധിക്കുവാൻ ന്യായാധിപതിയായി കർത്താവ് വരുമെന്ന് യോഹന്നാൻ കാണിക്കുന്നു. തീർന്നില്ല. വിശുദ്ധ വെളിപ്പാട് പുസ്തകം ചമയ്ക്കുവാൻ പത്മോസിൽ സ്വർഗത്തിലെ ദൈവം അവനെ കൃപ കൊടുത്തു. ഇന്ന് രാത്രി കുഞ്ഞുങ്ങളെ, ഈ ആരാധനയുടെ നടുവിൽ, പൂഞ്ഞാങ്കോട് ചർച്ചക്കോടിന്റെ കൺവെൻഷന്റെ നടുവിൽ വയോധികനായ യോഹന്നാൻ അപ്പോസ്തലനെ കൊണ്ടുവന്നൊന്ന് ചോദിക്കണം, യോഹന്നാൻ അപ്പോസ്തലനെ താങ്കൾക്ക് ഇന്ന് രാത്രി ഈ സുവിശേഷത്തിന്റെ ഏടുകൾ എങ്ങനെ തൊടുവാൻ കൃപ ലഭിച്ചു? അല്ല, ദൈവസഭയുടെ ഉപദേശത്തിന്റെ കാൽപ്പനികമായ ഉപദേശത്തിന്റെ ഉപനിഷത്തുകൾ ചമയ്ക്കുവാൻ എങ്ങനെ കൃപ ലഭിച്ചു? ഇല്ല. പ്രവചനത്തിന്റെ അന്ത്യകാലത്തിന്റെ ദൂതുകൾ എങ്ങനെ ചമയ്ക്കുവാൻ കൃപ ലഭിച്ചു? യോഹന്നാൻ അപ്പോസ്തലനോട് ചോദിക്കണം, സെറാംപൂർ യൂണിവേഴ്സിറ്റിയുടെ ബിരുദമാണോ? അല്ല. കണ്ണമ്മൂല CSI സെമിനാരിയുടെ ഡീലിറ്റാണോ? അപ്പോൾ അവൻ പറയും, അതൊന്നല്ല. ആ
കാൽവറിയിൽ അവൻ്റെ മാറോട് ഞാൻ ചാരിയിരുന്നത് കൊണ്ട് എൻ്റെ അകത്ത് സുവിശേഷത്തിൻ്റെ ഏടുകളുണ്ട്. കാൽവറി ദർശനത്തിൽ ആദ്യം വരെ ഞാൻ സഹിച്ചു നിന്നത് കൊണ്ട് എൻ്റെ അകത്ത് ഉപദേശത്തിൻ്റെ ഉപനിഷത്ത് കൊണ്ട് പ്രാണൻ പോകുന്നത് വരെ തമ്പുരാൻ്റെ മുഖം നോക്കിയത് കൊണ്ട് അന്ത്യകാലത്തിൻ്റെ പ്രവചനവും എനിക്ക് വേണ്ടി പകർന്നു തരുക സ്വർഗത്തിലെ ദൈവത്തിന് കൃപ തോന്നി. ഇന്ന് രാത്രി വചനം മനസ്സിലാകുന്ന ദൈവമക്കൾ, ലോകം മാറും, ലോകക്കാർ മാറും, അപ്പനും അമ്മയും ഉപേക്ഷിക്കും, നാട്ടുകാരെല്ലാം നിന്നെ കുറ്റം പറയും, എന്നാൽ എല്ലാം അസ്തമിക്കുന്നതിൻ്റെ നടുവിൽ നിന്ന് കാൽവറിയുടെ ദർശനങ്ങളിൽ നീ പത്മോസിൻ്റെ അകത്ത് കിടന്നാലും അതിൻ്റെ നടുവിലും നിനക്ക് വേണ്ടി സ്വർഗത്തിൻ്റെ കരത്തെ ഇറക്കി തരുക. ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. ഇന്ന് രാത്രി നമുക്ക് പുഴകഴുവാനുള്ളത് ഡോക്ടറേറ്റിലല്ല, ഇന്ന് രാത്രി നമുക്ക് പുകഴുവാനുള്ളത് PhD-യിലല്ല, ഇന്ന് രാത്രി നമുക്ക് പുകഴുവാനുള്ള സ്ഥാനമാനങ്ങളിലല്ല. ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറഞ്ഞു, ഞാൻ എന്തെങ്കിലും വായിച്ചുണ്ടെങ്കിൽ കാൽവറിയിലെ രക്തത്തിന്റെ വിലയോ എനിക്ക് വേണ്ടി ഒരു കുഞ്ഞാട് ഇറക്കപ്പെട്ടത് കൊണ്ട് അവന്റെ ചങ്കില ചോരയാൽ ഞാൻ വിലയ്ക്ക് വാങ്ങിയത് കൊണ്ട് ഇന്ന് രാത്രി ഞാൻ ആയിരിക്കുന്നത് പറയുക എത്ര പേർക്ക് സന്തോഷമുണ്ട്. ഇന്ന് രാത്രി നിന്നെ കൈവിടാത്ത ഒരു ദൈവം. ആരാ നീ ആരാധിക്കുന്ന ദൈവം? പത്മോസിന്റെ ഏകാന്തതയിൽ നാട് കടത്തുമ്പോൾ, ക്രൂരമായ കഴുകനും വരുതുമെല്ലാം ആഞ്ഞടിക്കുമ്പോൾ, ഇരുട്ടിന്റെ കാരാഗ്രഹത്തിനകത്ത് വയോധികൻ കിടക്കുമ്പോൾ, കാരിരുമ്പ് പോലെയുള്ള കരിമ്പലകൾ അവർക്ക് വേണ്ടി ആടുമ്പോൾ, പാറക്കെട്ടുകളുടെ നടുവ് ഒരപ്പച്ചൻ മുട്ടുമടക്കിയപ്പോൾ അവന്റെ മേലൊരു കരമിറങ്ങി വന്നെങ്കിൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമാണ്. ഇന്ന് രാത്രി കാട്ടാക്കടയും പൂഞ്ഞാങ്കോട് നീ വചനമെടുത്ത് ഏത് ഡൊമീഷൻ നിനക്കെതിരെ കരമുയർത്തിയാലും, ഏത് പൈശാചിക ശക്തികൾ നിനക്കെതിരെ പോരാടിയാലും, ഏത് അന്ധകാര കെട്ടുകൾ നിന്നെ തകർക്കുവോ പട്ടണത്തിൽ നിന്ന് മാറ്റിയാലും അതിന്റെ നടുവിൽ സ്വർഗത്തിന്റെ കരം നിനക്ക് വേണ്ടി ഇറക്കി തരുക. പത്മോസിന്റെ ഏകാന്തതയിൽ വെളിപ്പെട്ട കരം ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ചലിക്കുന്ന രാത്രിയോ. വാതിലുകൾ അടയും, വഴികൾ അടയും, നിനക്കെതിരെ ശത്രു പദ്ധതി വെക്കും, നിന്റെ മരണം കാണുവാൻ പട്ടണം കൊതിക്കും. എന്നാൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, എന്റെ ദർശനത്തിന് ദൈവം ഒരു അവധി വെച്ചിട്ടുണ്ട്, എന്റെ കണ്ണുനീരിന് ദൈവം ഒരു മറുപടി വെച്ചിട്ടുണ്ട്. മാനിക്കുന്ന ദൈവത്തിന്റെ കരത്തിനകത്ത് കാൽവറി ദർശനം സമർപ്പിച്ചു കൊടുക്കുന്നവർ വേണ്ടി സ്വർഗത്തിന്റെ കോവണി ഇറങ്ങിയെങ്കിൽ ഇന്ന് രാത്രി ആ കരം തളർന്ന കരമല്ല, നിന്നെ ആദ്യം വരെ വഴി നടത്തുവാൻ. ഹല്ലേലൂയ. ഈ കരത്തിന് കഴിയും. വചനം മനസ്സിലാകുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. യാക്കോബിൻ്റെ സന്തതികളിൽ ഒരുവനുണ്ടായിരുന്നു, അവൻ്റെ പേരാ യോസഫ്. സ്വോത്രം. അവൻ അപ്പനോട് ചില കാര്യങ്ങൾ പറഞ്ഞു, ചേട്ടന്മാർക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്നാൽ ഒരു കാര്യം, ശേഖേമിൽ ആട് വഹിക്കാൻ പോയി ചേട്ടന്മാരെ അന്വേഷിച്ച് യോസഫിനെ വിട്ടു. കുഞ്ഞ് അവർ ദൂരെ വെച്ചേ പറഞ്ഞു, ഒരു ദർശനക്കാരൻ വരുന്നു. സ്വോത്രം. അവനെ തകർക്കുവാനുള്ള പ്ലാനുകൾ ഉണ്ടാക്കി. ഒന്നാമത്തെ പ്ലാൻ എവിടെ കിടക്കുന്നത്? പൊട്ടക്കിണറ്റിനകത്ത് അവനെ തള്ളിയിട്ടു. ഇന്ന് രാത്രി പൂഞ്ഞാങ്കോട്ട് വചനം കേൾക്കുന്ന ദൈവമക്കൾ, പൊട്ടക്കിണറിന്റെ പ്രത്യേകത എന്താ? പാമ്പ്, ചേര, പല്ലി, വാറ്, ചെരുപ്പിന്റെ വാറിടുന്ന. പക്ഷേ വാഗ്ദത്തമുള്ളവൻ പൊട്ടക്കിണറ്റിനകത്ത് കിടന്നാൽ ഇന്ന് രാത്രി ദൂത് മനസ്സിലാകുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. അടക, രഗത, ബൗഡ, രീഗ, ശംധ, രാജ. ഇന്ന് രാത്രി നിന്റെ കരങ്ങളിൽ ഇരിക്കുന്ന ബൈബിൾ 1000 അല്ല 8000 പ്രോമിസ് ഉള്ള ബൈബിളാണ് നിന്റെ കരങ്ങളിൽ ഇരിക്കുന്നത്. ദൈവം നിന്നോട് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, യോസഫ്, ദൈവത്തിന്റെ കൃപ നിന്റെ കൂടെ ഉണ്ടെങ്കിൽ ഏത് പൊട്ടക്കിണറ്റിനകത്ത് കിടന്നാലും അതിൽ നിന്ന് നിന്നെ ഉയർത്തുക ഒരു കോവണി അതിനകത്ത് ഇറങ്ങി വരും. ഇന്ന് രാത്രി ദൂത് മനസ്സിലാകുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ഇന്ന് രാത്രി പൂഞ്ഞാങ്കോട് തിരുവചനവുമായി നടക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞുങ്ങൾ, ആരൊക്കെ തള്ളിയിട്ട് നിന്റെ പരാജയം കാണുക, ഇരുളടഞ്ഞ കിണറ്റിനകത്ത് നിന്നെ ഒതുക്കാമെന്ന് വിചാരിച്ചാൽ അതിൻ്റെ നടുവിൽ നിന്ന് നിന്നെ കരം പിടിച്ചുയർത്തുക. യോസഫിന്റെ പിൻപിൽ ഒരു കരം ഇറങ്ങി വന്നെങ്കിൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, 2022 എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്ക്. ഇന്ന് രാത്രി വിശ്വാസത്തോട് പറയണം, അന്ധകാര ശക്തികൾ നിനക്കെതിരെ പോരാട്ടമിട്ട, ദൂഷ്ടന്റെ ശക്തികൾ നിനക്കെതിരെ പോരാട്ടമിട്ട, നാമധേയ ബന്ധങ്ങൾ നിനക്ക് ഈ ഉയരത്തില്ലെന്ന് പറഞ്ഞ് നിന്റെ കുഞ്ഞുങ്ങൾക്കെതിരെ പദ്ധതി വെച്ചാൽ നിന്റെ തലമുറയ്ക്കെതിരെ അന്ധകാരങ്ങൾ എഴുന്നേറ്റ് ഇന്ന് രാത്രി പറയണ സ്വർഗത്തിന്റെ കോവണി ഏത് അന്ധകാരത്തിനകത്ത് എനിക്ക് വേണ്ടി ഇറങ്ങി വന്ന് യോസഫിന്റെ പിൻപിൽ അവനെ പുറത്ത് കൊണ്ടുവന്ന കാര്യം ഇന്ന് രാത്രി എന്നെ പുറത്ത് കൊണ്ടുവരും. സംതിങ് ഈസ് ഹാപ്പൻഡ് ഇൻ ദിസ് മോമെന്റ്. ദ പ്രസൻസ് ഓഫ് ഹോളി സ്പിരിറ്റ് കം ടു ദ ഗ്രൗണ്ട്. ഇന്ന് രാത്രി ദൂട്ട പിശാചിന്റെ കോട്ടകൾ തകർക്കുക, ശത്രുവിന്റെ ആയുധ ബന്ധനങ്ങൾ തകർക്കുക. ഇന്ന് രാത്രി നിന്റെ മേലൊരു അമിത ബലമുണ്ട്. ഇന്ന് രാത്രി പൂഞ്ഞാടുകാട് കൺവെൻഷനകത്ത് നീ എഴുന്നേൽക്കാൻ തയ്യാറുണ്ടോ? ഇന്ന് രാത്രി പ്രവർത്തിക്കുവാൻ കരുത്തുറ്റൊരു ദൈവമുണ്ട്. ഇന്ന് രാത്രി നീ ആരാധിക്കുവാൻ തയ്യാറുണ്ടോ? ദുഷ്ടന്റെ കോട്ടകൾ തകർക്കുവാൻ ഇന്ന് രാത്രി നിന്റെ മേലൊരു അഭിഷേകമുണ്ട്. ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവത്തിന്റെ കൃപയാൽ ഇന്ന് രാത്രി യോസഫിനെ എഴുന്നേൽപ്പിച്ച ഒരു കാര്യം ഇന്ന് രാത്രി എന്നെ എഴുന്നേൽപ്പിക്കുമെന്ന് ആത്മാവിൽ
യെസ് ലോർഡ്. തീർന്നില്ല, അവിടം കൊണ്ടും അവൻ രക്ഷപ്പെട്ടില്ല. മിദ്യാന്യ കച്ചവടക്കാരുടെ ചന്തയ്ക്കകത്ത് യോസഫിനെ ഉടുപ്പുടുപ്പ് മാറ്റിവിട്ടു. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് രാത്രി അവൻ്റെ ശരീരം കണ്ടിട്ട് വിലയ്ക്ക് പലരും വേങ്ങി അവനെ കൊട്ടാരത്തിലേക്കല്ല കൊണ്ടുപോയത്. വീണ്ടും അവൻ പോയി പോത്തിഫേറിന്റെ ഭവനത്തിനകത്ത് കിടന്നു. സ്തോത്രം, ചെയ്യാത്ത കുറ്റത്തിനകത്ത് കാരാഗ്രഹത്തിനകത്ത് കിടന്നു. ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കള്, ഒന്ന് നിനക്ക് പൊട്ടക്കിണറായിരിക്കും, രണ്ട് നിനക്ക് അടിമച്ചന്തയായിരിക്കും, മൂന്ന് പോത്തിഫേറിന്റെ ഭവനത്തിനകത്ത് നീ അപമാനിക്കപ്പെട്ടേക്കാം, പക്ഷേ കാരാഗ്രഹത്തിനകത്ത് നീ പട്ടിണി കഞ്ഞി കുടിച്ച് കിടക്കാം. പക്ഷെ ദർശനമുള്ളവൻ കാരാഗ്രഹത്തിനകത്ത് കടന്നാൽ ദൈവത്തിന്റെ കരം അവൻ അനുകൂലമായിട്ട് കൊട്ടാരത്തിനകത്ത് ഇറങ്ങി വരും. ഇന്ന് രാത്രി ദൂത് മനസ്സിലാകുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. യോസഫെ, നീ ആരാധിക്കുമ്പോൾ, നീ ഉപവസിക്കുമ്പോൾ, നീ കാരാഗ്രഹത്തിനകത്ത് കരയുമ്പോൾ, ഫറവോന്റെ കൊട്ടാരത്തിനകത്ത് നിനക്കൊരു ചെയർ ഒരുങ്ങിക്കൊണ്ടിരിക്കുക, നിന്റെ കാലിനകത്ത് ഇടാൻ ഒരു ചെരുപ്പ് ഒരുങ്ങിക്കൊണ്ടിരിക്കുക, ഒരു സ്വർണ്ണ സരിപ്പള നിന്നെ ഒരുക്കിക്കൊണ്ടിരിക്കുക. ഇന്ന് രാത്രി ആര് നിന്നെ അപമാനിച്ചോ, ആര് നിന്നെ പൊട്ടക്കിണറ്റിൽ തള്ളിയോ, അവൻ നിന്റെ മുമ്പിൽ മുട്ടുമടക്കുന്ന ദിനങ്ങൾ അടുത്തു വരുന്നു. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? നിന്നിച്ചവരുടെ നടുവിൽ നിന്നെ മാനിക്കുന്ന ദൈവം, നിന്റെ ചേട്ടന്മാരുടെ നടുവിൽ നിന്നെ ഉയർത്തുന്ന ദൈവം, നിന്റെ പരാജയം കാണുവാൻ കൊതിച്ചവരുടെ നടുവിൽ തന്നെ കൊട്ടാരത്തിനകത്ത് കസേര ഒരുക്കി മാനിപ്പ യോസഫിന്റെ പിൻപിൽ ഒരു കരം ഇറങ്ങി വന്നെങ്കിൽ ഇന്ന് രാത്രി ആ കരം തളർന്ന കരമല്ല. ബ്രദർ, സിസ്റ്റർ, ഇന്ന് രാത്രി ആകാശം മാറും, ഭൂമി മാറും. എന്നാൽ ഇന്ന് രാത്രി കാട്ടാക്കടയിൽ നിന്നെ വിളിച്ചവന്റെ കരം ഇന്ന് രാത്രി തളർന്ന കരമല്ല. നിനക്കെതിരെ മരണഭാഷങ്ങൾ വരും, നിനക്കെതിരെ ആപത്ത് അനർത്ഥങ്ങൾ വരും. എന്നാൽ ഇന്ന് രാത്രി വിശ്വാസത്തോടെ പറയണം, അവൻ എന്നെ ഒരു നാൾ കൈവിടുകയില്ല, അവൻ എന്നെ ഒരു നാൾ ഉപേക്ഷിക്കുകയില്ല. ഇന്ന് രാത്രി രക്ഷയുടെ പെട്ടകത്തിനകത്ത് നീ കയറിയപ്പോൾ നിനക്ക് വേണ്ടി ഒരു ചാൽ ഒരുക്കിയെങ്കിൽ അത് അവസാനിച്ച് കാണുന്നത് വരെ നിന്റെ കണ്ണുകൾ അടയുക ഇന്ന് രാത്രി എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ആഗാറിന്റെ പൈതലിന്റെ കണ്ണുനീരിൽ ഒരു കരം ഇറങ്ങി വന്നതുപോലെ ഈ 2022 പറയണം, ബേർശബ മരുഭൂമിക്കകത്ത് ആഗാറിന്റെ പൈതലിന് വേണ്ടി ഒരു ഉറവ തുറന്നു കൊടുക്കുക. സ്വർഗത്തിലെ ദൈവത്തിന്റെ കരമിറങ്ങിയെങ്കിൽ ഈ കൺവെൻഷൻ പ്രാർത്ഥിച്ച് അവസാനിക്കുന്ന വിശ്വാസത്താൽ പറയണം, എൻ്റെ ഭാരമേറിയ വിഷയത്തിനകത്ത്, എൻ്റെ രോഗത്തിന്റെ വിഷയത്തിനകത്ത്, കടുങ്കട്ട് വീണ ചില വിഷയങ്ങൾക്കകത്ത് ഒരത്ഭുതത്തിന്റെ ഉറവ തരുക ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയാ. ഹല്ലേലൂയ. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. പത്മോസിന്റെ ഏകാന്തതയിൽ സ്വർഗം തുറക്കുന്നു. 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടി അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവർ കാലുലയിൽ ചുട്ടുവടിപ്പിച്ചതുപോലെ പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ മഹാനാഥ് 7 നക്ഷത്രമാകുന്ന സഭയെ വലങ്കയിൽ ആദ്യൻ അന്ത്യൻ ആൽഫ ഒമേഗ മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. സ്വർഗത്തിന്റെ കവാടങ്ങൾ ദിവ്യദർശനത്തിൽ തുറന്നു. നീ കണ്ടത്, ഇപ്പോൾ ഉള്ളത്, മേലാൽ സംഭവിക്കാനുള്ളത്. 404 വാക്യങ്ങൾ, 22 അധ്യായങ്ങൾ. വിശുദ്ധ വെളിപ്പാട് പുസ്തകം മറനീക്കി പുറത്തു വരുന്ന ലോകത്തിന്റെ രാഷ്ട്രീയ പ്രവചന ഗ്രന്ഥം ഇന്ന് രാത്രി കുഞ്ഞു തൊട്ട് വെച്ച് വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. സമയം അടുത്തിരിക്കുന്നു. സ്തോത്രം. എന്തുകൊണ്ട് ഇന്ന് രാത്രി പൂഞ്ഞാങ്കോടിനോട് ഞാൻ പറയുന്നു, സമയം അടുത്തിരിക്കുന്നു. അന്ത്യകാലത്തിലേക്ക് ലോകം വന്നുകൊണ്ടിരിക്കുന്നു. കാലം ഇനി അധികമില്ല, കാന്തൻ മധ്യാകാശത്തിൽ വരും. ശ്രദ്ധയോടെ ഇനി തിരുവചനത്തിലേക്ക്, ബൈബിൾ നിങ്ങളുടെ കയ്യിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കണം. ക്ലോക്കിലേക്ക് നോക്കിയേ ചെയ്യരുത്. ബൈബിൾ 31,171, 39-27. അതിനകത്ത് 10 യുഗങ്ങളുണ്ട്. ഒന്നാമത്തെ യുഗം ദൂതന്മാരുടെ യുഗം, രണ്ടാം യുഗം നിൽക്കൽമഷ യുഗം, മൂന്നാം യുഗം മനസാക്ഷി യുഗം, നാലാം യുഗം ന്യായപ്രമാണ യുഗം, അഞ്ചാം യുഗം സങ്കലന യുഗം, ആറാം യുഗമായ കൃപായുഗത്തിൽ ഇന്ന് രാത്രി നാം നിൽക്കുന്നു. അങ്ങനെയെങ്കിൽ പണ്ട് കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് മൈതാനത്ത് ഒരു പാട്ട് പാടുന്നു, കൃപായുഗം തീരാറായി, കാന്തൻ വരാറായി. ഇനി ശ്രദ്ധയോടെ കൃപായുഗത്തെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും 3 രാത്രിയിൽ. കൃപായുഗത്തിനകത്ത് 3 സംഭവങ്ങൾ നടക്കുന്നു. ഒന്നാമത്തെ സംഭവം, പൂഞ്ഞാങ്കോട്ട് സുഷമ ചേച്ചി, നല്ലൊരു സഹോദരി, ബ്ലോക്കിൽ നിന്ന് കിട്ടിയ നല്ല കോഴിക്കുഞ്ഞുങ്ങളുണ്ട്. 2 കൂട്ടിനകത്ത് വളർത്തിയിരിക്കുക. പ്രഭാതത്തിൽ മത്സ്യം കൊടുക്കുന്നവൻ മത്സ്യം കൊണ്ട് കൊടുത്തു, അതിനെ നല്ലതുപോലെ നന്നാക്കിക്കൊണ്ടിരിക്കുക. ആ സമയത്ത് മത്സ്യത്തിൻ്റെ തലകളെല്ലാം ഒരു ഭാഗത്ത് കൂട്ടിയിട്ടി മകളെ വിളിച്ചു, ആ കോഴിക്കൊച്ചുങ്ങളൊന്ന് തുറന്നു വിട്ടാട്ട്. കോഴിക്കൊച്ചുങ്ങൾ നല്ല സന്തോഷത്തോടെ വന്ന് മത്സ്യത്തിൻ്റെ തലകൾ നുള്ളിപ്പറക്കുമ്പോൾ ആരും അറിയാതെ ഒരു പരുന്ത് മുരിങ്ങയുടെ മണ്ടയിലിരിക്കുക. സ്വോത്ര ചേച്ചി അകത്ത് പോയി കുഞ്ഞും മാറിയപ്പോൾ പരുന്തൊറ്റ വരക്കം താഴോട്ട് 6 കുഞ്ഞുങ്ങളെ കാലയിൽ ഒറ്റ തൂക്കക്ക്. കോഴിക്കൊച്ചുങ്ങൾ കിയോ കിയോ എന്ന് വിളിച്ചു. ചേച്ചി പുറത്തിയാടി കൊണ്ടുപോയി എന്ന് വിളിച്ചു. സന്തോഷമില്ലല്ലോ. ആ സംഭവത്തിന്റെ പേര് റാഞ്ചൽ. അങ്ങനെ ഒരു സംഭവം കൃപായുഗത്തിൽ ഇവിടെ നടക്കും. ആ സംഭവം എന്താ? രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ മരണം കാണാതെ എടുക്കപ്പെടും. അതിന് ഇംഗ്ലീഷിൽ പറയുന്നു റാപ്ചർ. സ്വോത്രം. സഭയുടെ ഉൽപ്രാപണം. പലരും തെറ്റിദ്ധരിക്കും സഭ. രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ കൂട്ടത്തിന്റെ പേര് ദൈവസഭ.
സ്വോത്ര ദൈവസഭ മധ്യാകാശത്തിൽ എടുക്കപ്പെടും. സഭ എടുക്കപ്പെട്ടാൽ ഇവിടെ ഒരു യുദ്ധം നടക്കും. അതിന്റെ തുടക്കമാ. അവസാന രാത്രി ഞാൻ പറഞ്ഞിട്ടേ നിർത്തത്തുള്ളൂ. റഷ്യ ഉക്രൈൻ യുദ്ധം അന്തിമ യുദ്ധമായി ഇസ്രായേലിലേക്ക് അവസാന രാത്രി മുഴുവൻ പ്രവചനമായിരിക്കും ഇതിനെപ്പറ്റി. എസെക്കിയേൽ അങ്ങനെയെങ്കിൽ ഒരു യുദ്ധം നടക്കും. യുദ്ധം കൊണ്ട് ലോകം അവസാനിക്കത്തില്ല. യുദ്ധം കഴിയുമ്പോൾ ഈ ഉലകത്തെ ഭരിക്കുവാൻ ഒരു ഭരണാധികാരി വരും. പത്മോസിന്റെ ഏകാന്തതയിൽ വെളിപ്പാട് 1 തേജസ്കരിക്കപ്പെട്ട ക്രിസ്തുവിന്റെ ദർശനം 2, 3, 7 സഭ 4 അനന്തരം സ്വർഗത്തിലൊരു വാതിൽ 5 പുസ്തകം തുറപ്പാൻ യോഗ്യനാര് 6 കുഞ്ഞാട് മുദ്രകൾ പൊട്ടിക്കുന്നു 7 മുതൽ 11 വരെ മഹോപദ്രവം ഇസ്രായേൽ 12 ആൺകുട്ടി സിംഹാസനത്തിൽ യഹൂദൻ മസ്കറ്റ് വരെ കരയും 13 പിശാചിന്റെ തൃത്വത്വം ഒരുവൻ ലോകത്തെ ഭരിക്കുവാൻ വരും. നാളെ ആ ഭാഗത്തിലേക്ക് നാം കടക്കും. അപ്പോൾ 10 കൊമ്പും 7 തലയും കൊമ്പുകളിൽ 10 രാജമുടിയും ദൂഷണനാമം നിറഞ്ഞൊരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. അത് പുള്ളിപ്പുലി ഇന്നത്തെ ഗ്രീസ്, അതിന്റെ കാൽ കരടിയുടെ കാൽ ഇന്നത്തെ ഇറാൻ, അതിന്റെ വായ് സിംഹത്തിന്റെ മുഖം ഇന്നത്തെ ഇറാഖ്. അതിന് മഹാസർപ്പ ലോകത്തെ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഏദനിൽ കണ്ട കുഞ്ഞു പാമ്പ് ഇന്ന് ലോകത്തെ മുഴുവൻ കരങ്ങളിൽ വെച്ചിരിക്കുന്ന മഹാസർപ്പ് വലിയ ശക്തിയും അധികാരവും സിംഹാസനവും മസിൽ പവർ, മണി പവർ, ക്രൗൺ പവർ മുഴുവനും അവന്റെ കരങ്ങളിലേക്ക് കൊടുക്കും. അങ്ങനെയെങ്കിൽ കൃപായുഗത്തിൽ 3 സംഭവം. 1 ശ്രദ്ധയോടെ ഇരിക്കണമേ ദൈവ കുഞ്ഞുങ്ങളെ. ഒന്നാമത്തെ സംഭവം സഭ മധ്യാകാശത്തിൽ. 2 റഷ്യ ഇസ്രായേൽ അറബ് ലീഗ് 57 രാഷ്ട്രങ്ങൾ ചേർന്ന് ഇസ്രായേലിനെ തകർക്കും. അത് കഴിഞ്ഞ് 3 ഉലകത്തെ ഭരിക്കുവാൻ ഒരുവൻ വരും. അവന്റെ പേര് ന്യൂ വേൾഡ് ഓർഡർ അല്ലെങ്കിൽ മലയാളം ഏകലോകഭരണം. അതിനോടനുബന്ധിച്ച് 4 യുഗങ്ങൾ പുറകെ. 1 ഉപദ്രവം, 2 മഹോപദ്രവം, 3 1000 ആണ്ട് വാഴ്ച, 4 നിത്യ യുഗങ്ങൾ നാം പ്രിയനോട് ചേർന്ന് വാഴും. സഭ എടുക്കപ്പെട്ടാൽ 10 യുഗങ്ങളിലേക്ക് ലോകം വരും. ആ 10 യുഗങ്ങളിലെ 7ാമത്തെ യുഗത്തിന്റെ ഒരു ഭാഗമാ വെളിപ്പാട് പുസ്തകം 6, 7, 8 വാക്യങ്ങൾ. ഇനി ശ്രദ്ധയോടെ അല്പ സ്പീഡ് കുറഞ്ഞേ പോകത്തോളൂ. വെളിപ്പാട് പുസ്തകം 6, 7, 8 വാക്യങ്ങൾ വായിക്കാൻ കുഞ്ഞേ. 4ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് 4ാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. 4ാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ്. പഠിച്ചോണ്ട് ഇറങ്ങാവൂ. 1ാം മുദ്ര വെള്ളക്കുതിരയെ ഞാൻ കണ്ടു. അതിന്റെ കയ്യിലിരിക്കുന്നവൻ ഒരു വില്ല്, അവനൊരു കിരീടം, സിംഹാസനം. ജയിക്കാനുമായി പുറപ്പെട്ടു. അതിന്റെ പേര് എതിർ ക്രിസ്തു. സിറിയയിൽ നിന്ന് വരുന്ന ദാൻ ഗോത്രത്തിൽ നിന്നുള്ളവൻ, യഹൂദന്റെ ജീനിൽ നിന്ന് വരുന്നവൻ ഇസ്രായേലിന് ആലയം പണിയും. അതുകൊണ്ട് യേശു പറഞ്ഞു, ഞാൻ പിതാവിന്റെ നാമത്തിൽ വന്നു, നിങ്ങൾ എന്നെ കൈക്കൊണ്ടില്ല. മറ്റൊരുവൻ ഇതേ ജീനിൽ നിന്ന് ഒരു സ്വന്തം നാമത്തിൽ വരും. അതാ ഇന്നത്തെ കത്തുന്ന സിറിയയിൽ നിന്ന് ആന്റി ക്രൈസ്റ്റ് വരുന്ന. പലരും പറയും മോഡി സാറ, ചിലർ പറയും പിണറായി, ചിലർ പറയും ബൈഡൻ. അതൊന്നുമല്ല ആന്റി ക്രൈസ്റ്റ്. പറഞ്ഞു തരാൻ സമയം നാളെ ഉണ്ടെങ്കിൽ അല്ലെ അടുത്ത ദിവസം ഞാനത് ക്ലിയർ കട്ട് ചെയ്ത് തരാം. ഇന്ന് രാത്രി എതിർ ക്രിസ്തു എഴുന്നേറ്റ് വരുമ്പോൾ 1 ആലയം വെള്ളക്കുതിര, 2 ചുവന്ന കുതിര. 2ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ഞാനൊരു ചുവന്ന കുതിരയെ കണ്ടു. ഭൂമിയിൽ നിന്ന് മനുഷ്യൻ അന്യോന്യം കൊല്ലുവാൻ സമാധാനം എടുത്തു കളയേണ്ടവന് അതിനധികാരം ലഭിച്ചു. 3ാമത്തത് ഇന്ന് ശ്രീലങ്ക അനുഭവിക്കുന്ന ശാപം. 3ാമത്തെ ദൂതൻ ഊതി. അപ്പോൾ 3ാമത്തെ മുദ്ര പൊട്ടിച്ചപ്പോൾ ഞാനൊരു കറുത്ത കുതിര, കയ്യിൽ ഒരു തുലാസ്, 1 പണത്തിന് 1 ഇടങ്ങഴി യവം, 1 പണത്തിന് 1 ഇടങ്ങഴി ഗോതമ്പ്, എണ്ണയ്ക്കും വീഞ്ഞിനും വീഞ്ഞ് മരുന്ന്, എണ്ണ ക്രൂഡ് ഓയിൽ, ഇതിനൊരു കേടും വരുത്തരുതെന്ന് 4 ജീവികളോടും പറഞ്ഞു. അതിനുശേഷം കൃപായുഗത്തിന്റെ അന്ത്യത്തിങ്കൽ ഒരു സിഗ്നലായി വരുന്നു. 4ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ഞാനൊരു മഞ്ഞക്കുതിരയെ കണ്ടു. അടുത്ത വാക്ക് വായിച്ചാട്ടെ. അതിന്മേൽ ഇരിക്കുന്നവന് മരണം എന്ന് പേർ. ഇൻസ്റ്റന്റ് ഡെത്ത്, മരണം എന്ന് പേർ. എന്തിനുകൊണ്ട് മരണം? വായിക്കാം. പാതാളം അവനെ പിന്തുടർന്നു. പാതാളം ഈ കുതിരയെ പിന്തുടർന്നു. സഭ എടുക്കപ്പെട്ടാൽ പക്ഷെ അതിന് മുമ്പ് സിഗ്നൽ. നെയ്യാറ്റിൻകര ട്രെയിൻ മുംബൈ കന്യാകുമാരി വരുന്നതിന് മുമ്പ് പറയുന്ന പോലെ ഗാഡി തോടി സേ ദർബാദ് പ്ലാറ്റ്ഫോം പൗഞ്ചേക എന്ന് പറയുന്നത് പോലെ ചില മുന്നറിയിപ്പുകൾ, അന്ത്യദിനങ്ങൾ. അതിന് വായിക്കാം. മരണം എന്ന് പേർ. അടുത്തത് അവർക്ക് വാളുകൊണ്ടും ക്ഷാമം കൊണ്ടും, വാൾ ക്ഷാമം, മഹാവ്യാധി കൊണ്ടും ഭൂമിയിലെ കാട്ടുമൃഗങ്ങളെ കൊണ്ട് കൊല്ലുവാൻ ഭൂമിയുടെ കാലാംശത്തിന്മേൽ അധികാരം. കാലം 3.5, കാലം 7, കാലാംശം 3.5. 4 രീതിയിലുള്ള മരണങ്ങൾ ഇവിടെ നടക്കും. ശ്രദ്ധയോടെ ഇരിക്കണം. ഞാൻ 3 ഭാഗമായിട്ടാണ് വചനം ചിന്തിക്കുന്നത്. 1 വെളിപ്പാട് പ്രവചനം, 2 സുവിശേഷം, 3 എസെക്കിയേൽ, 4 ഇരമ്യാവ്. ഇത് പറഞ്ഞിട്ട് കൃത്യസമയത്ത് അവസാനിപ്പിക്കത്തോളം മുഴുവൻ പ്രവചനം. ഈ മഞ്ഞക്കുതിരയുടെ പ്രത്യേകത, മഞ്ഞയ്ക്ക് ഗ്രീക്കിലും ഹെബ്രുവിലും ക്ലോറോക്സ്, മനുഷ്യൻ തളർന്നു വീണ് മരിക്കും. 1ാമത്തെ സംഭവം വാൾ കൊണ്ട്. എന്താ ഈ വാൾ? പലരും വിചാരിക്കുന്ന കട്ടക്കോട് ചന്തയെന്ന് വിചാരിക്കുന്ന കൊച്ചു പിച്ചാത്തി എന്ന കുഞ്ഞ്. വാളെന്ന് പറഞ്ഞാൽ ആറ്റം വെപ്പൺ പൊട്ടും. പണ്ട് ഈ പെന്തിക്കോസുകാർ, ഞങ്ങൾ അടക്കം നിൽക്കുന്ന ഈ ഗോളം, ഈ പെന്തിക്കോസുകാരുടെ പ്രത്യേകത എന്തുവാ? തിരുവല്ല അല്ലെങ്കിൽ പുനലൂര്
അല്ലെങ്കിൽ പിന്നെ മുളക്കൊഴ അല്ലെങ്കിൽ കുമ്പനാട് സഭ അമേരിക്ക എന്നായിരുന്നു പറയുന്നത്. സ്വോത്രം എത്ര നല്ലതായിരുന്നു. ഇന്നത്തെ അമേരിക്ക കണ്ടിട്ടുണ്ടോ? ഒരു മാസം 30 വെടിവെപ്പ് അമേരിക്കയിൽ നടക്കുന്നത്. സന്തോഷമില്ലല്ലോ? സ്വോത്രം നമ്മുടെ ഇവിടെ കത്തിക്കുത്ത് നടക്കുന്നതിനേക്കാൾ എല്ലാവരും ഇവിടെ കൊച്ചുപിച്ചാത്തിയായിട്ട് കൊട്ടേഷൻ ടീം നടക്കുന്നതിന് പകരം അവിടെ വെടിവെപ്പ്. സ്വോത്രം എല്ലാത്തിനെയും കൊന്നുകൊണ്ടിരിക്കുക. ഇൻസ്റ്റന്റ് ഡെത്ത് വിത്ത് ആറ്റമിക് വെപ്പൺ വാൾ. അഥവാ അമേരിക്കയിൽ കഴിഞ്ഞ ദിവസം ഒരു അമേരിക്കക്കാരൻ എന്നോട് പറഞ്ഞ നാട്ടിലെ വീട് വിൽക്കാഞ്ഞത് ഭാഗ്യം, ഞാനിഞ്ഞ് തിരിച്ചു പോരുക പാസ്റ്റർ. എവിടെ പോയിട്ടും ജീവന് സുരക്ഷയില്ല. പള്ളിയിൽ പോയാലും തോക്കെടുത്ത് വെടി, സ്കൂളിലായാലും വെടി, മാർക്കറ്റിലും വെടി. സന്തോഷമില്ലല്ലോ? അമേരിക്ക മുഴുവൻ വെടി. ലണ്ടനകത്ത് ഭൂഗർഭ ട്രെയിനകത്ത് സ്ഫോടനം, സകല സ്ഥലത്ത് മാറ്റം പൊട്ടു, മനുഷ്യൻ മരിക്കും. 2 ക്ഷാമം വരും. എവിടത്തേക്ക് ക്ഷാമം? നമ്മുടെ തൊട്ടടുത്ത് കണ്ടില്ലേ ശ്രീലങ്ക. നാളെ ചിന്തിക്കാം. 483 രൂപയാ 1 കിലോ അരിക്ക്, 283 രൂപ 1 ലിറ്റർ പാലിന്. തീരാൻ പോവാ. കോവിഡ് സാധാരണ വിഷയമല്ല. അടുത്തത് വീഴും നേപ്പാൾ, അത് വീഴാൻ പോകുന്ന മലേഷ്യ. എന്താ ക്ഷാമം? ഇന്ത്യക്ക് ക്ഷാമമുണ്ടോ? അതുകൊണ്ടല്ലേ ബഹുമാനപ്പെട്ട മോഡി സാർ പഞ്ചസാര കയറ്റുമതി നിർത്തി. സന്തോഷമില്ലല്ലോ? രണ്ടാമത്തെ കാര്യം, നീലക്കാടിനും വെള്ളക്കാടിനും ഗോതമ്പും നിർത്തി. പടിപടിയായിട്ട് കാട്ടാക്കട കട്ടക്കോട് വണ്ടി റൂട്ട് വെട്ടി ഓല വെട്ടി കുറച്ചുകൊണ്ട് വരിക. തീർന്നില്ല. അത് കഴിഞ്ഞിട്ട് വടക്കേ ഇന്ത്യ കരയുന്നു. കത്തിക്കാൻ കൽക്കരിയില്ല. കേരളത്തിൽ വെള്ളമായോണ്ട് കറണ്ടും കിട്ടുന്നു. സ്വോത്രം. അന്ത്യകാലത്തെ ക്ഷാമം. അട്ടപ്പാടി നിങ്ങൾ കണ്ടില്ല? 47 പരം കുഞ്ഞുങ്ങൾ പോഷകാഹാരം കിട്ടാതെ മരിച്ചു. ഇപ്പോഴും പലർക്കും പോഷകാഹാരം കിട്ടുന്നില്ല. നമ്മൾ ടെലിവിഷനകത്ത് കാണത്തില്ലേ? ആഫ്രിക്കയിലെ കോങ്കോയും ഹെയ്ത്തിയും നൈജീരിയയും ഈ സ്ഥലങ്ങളിലെല്ലാം നിങ്ങൾ കാണുന്ന ഒരു കാഴ്ചയുണ്ട്. എന്താ? പേക്കോലം പോലെ കുഞ്ഞുങ്ങൾ നടക്കുന്നു. ആഫ്രിക്കയിൽ നിന്നും പട്ടിണിയിൽ കഴിയുന്നു. 4 മുദ്ര മഞ്ഞക്കുതിര. നമ്പർ 1 വാൾ. നമ്പർ 2 ക്ഷാമം. 3 കാട്ടുമൃഗങ്ങൾ. മഹാവ്യാധിയിലേക്ക് ഞാൻ വരാം. എന്താ കാട്ടുമൃഗങ്ങൾ? കാട്ടുമൃഗങ്ങളുടെ 2 ദ്വയാർത്ഥമുണ്ട്. 1 കാട്ടിൽ നിന്നിറങ്ങുന്ന മൃഗങ്ങൾ. കാട്ടുമൃഗങ്ങളുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഇന്ന് പന്നി ഇറങ്ങുന്നുണ്ട്, ആന ഇറങ്ങുന്നുണ്ട്, കടുവ ഇറങ്ങുന്നുണ്ട്. കാട്ടിനകത്ത് നിൽക്കാൻ വയ്യ. ഗ്ലോബൽ വാർമിംഗ്, കാലാവസ്ഥാ വ്യതിയാനം. അതുകൊണ്ട് നാട്ടിനകത്തേക്ക് ഇറങ്ങും. 1ാമത്തെ കാട്ടുമൃഗം കാട്ടിൽ വസിക്കുന്ന. 2ാമത്തെ കാട്ടുമൃഗം ഏതാ? 2ാമത്തെ കാട്ടുമൃഗം എന്നറിയാമോ? തീവ്രവാദികൾ. എല്ലാ രാജ്യത്തുമുണ്ട് തീവ്രവാദികൾ. IS ഉണ്ട്, താലിബാനുണ്ട്, ജയ്ഷെ മുഹമ്മദ് ഉണ്ട്. കണ്ടില്ലോ? ഇന്ത്യയെ ആക്രമിക്കുമെന്ന് ഈ ദിവസങ്ങളിൽ അൽ ഖ്വയ്ദ ഭീഷണി കൊടുത്തിരിക്കുന്നു. തീവ്രവാദികൾ. പലരും വിചാരിക്കുന്നത് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാറ് ഈ കരിങ്കൊടി സമരപ്രകടനവും കണ്ടിരിക്കുന്നത് എന്തുവാന്ന? സ്വോത്രം. ഇത് രാഷ്ട്രീയക്കാരുടെ ഭീഷണിയല്ല, ഇന്റലിജൻസ് കൊടുത്ത ഭീഷണി. മാവോയിസ്റ്റുകൾ നമ്മുടെ മുഖ്യമന്ത്രിയെ ടാർഗറ്റ് ചെയ്തിരിക്കുന്നു. സ്വോത്രം. സന്തോഷത്തോടെ ഞാൻ പറയാം. ആരാ? മോഹൻലാലും കാർത്തികയല്ല, രൂപേഷിന്റെ സുമതിയുടെ മൂത്ത ചേട്ടന്മാർ വയനാട്ടിൽ നിന്ന് പുള്ളിയും ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. ആരെവിടെ ഉണ്ടെന്ന് അറിയത്തില്ല. അതുകൊണ്ടാണ് ഇത്രയും കനത്ത സെക്യൂരിറ്റിയിൽ കേരള മുഖ്യമന്ത്രി യാത്ര ചെയ്യുന്ന. പല മാധ്യമങ്ങളും അത് റിപ്പോർട്ട് ചെയ്യുന്നില്ല. അദ്ദേഹത്തിനും ഭീഷണി. അന്ത്യകാലത്ത് തീവ്രവാദികൾ രംഗപ്രവേശം ചെയ്യും. കാട്ടുമൃഗങ്ങൾ. തീർന്നില്ല. ഇനി തീവ്രവാദികൾ ഇപ്പം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്നറിയാമോ? ഏറ്റവും നിർണായകമായ കാര്യം, കോവിഡ് വൈറസിനെ ഒന്ന് കിട്ടിയാൽ അവർക്ക് സന്തോഷം. ആർക്കെങ്കിലും വിരോധമുണ്ടെങ്കിൽ കവർണകത്താക്കി കല്യാണക്കുറി അയക്കുന്നത് പോലെ കോവിഡിനെ കിട്ടിക്കഴിഞ്ഞാൽ, മൂത്ത ഒമിക്രോണിനെ കിട്ടിയാൽ ഒരു വെടിയും വെക്കാതെ കൊല്ലുവാൻ തീവ്രവാദികൾ പദ്ധതി വെക്കുന്നു. തീർന്നില്ല. അടുത്തത് വരാൻ പോകുന്നു ലെറ്റർ ബോംബ്. ഇന്ന് നിങ്ങൾ കാട്ടാക്കട ഇവിടെ പോലീസ് ഓഫീസർമാരുണ്ട്, SI ഉണ്ട്, CI ഉണ്ട്, DYSP ഉണ്ട്. കഴിഞ്ഞ പോലീസ് ഓഫീസർ ഇരുന്നപ്പോൾ, ലോക്നാഥ് ബെഹ്റ ഇരുന്നപ്പോൾ, തിരുവനന്തപുരത്ത് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിനകത്തും ക്യാമ്പിലും ഒരു പരിപാടി നടന്നു. ലെറ്റർ ബോംബ് നിർവീര്യമാക്കാനുള്ള ടെക്നോളജി പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് മുഴുവൻ കൊടുത്തു. എന്ത്? സകലർക്കും ഭയം. ലെറ്ററിനകത്ത് ബോംബ്. അന്ത്യകാലം. അതിനകത്ത് വീണ്ടും പൊടികളെ ചേർക്കാൻ പറ്റും, സരിൻ വിഷവാതകം ചേർക്കാൻ പറ്റും. അതുപോലെ ഓരോ തരത്തിലുള്ള വിഷവാതകം കിട്ടിയാൽ ലോക നേതാക്കളെ കൊല്ലുവാൻ അന്ത്യകാലത്ത് കാട്ടുമൃഗങ്ങൾ ലോകത്തിൽ പെരുകുന്നു. അന്ത്യദിനങ്ങൾ. തീർന്നില്ല. അതിനുശേഷം മഹാവ്യാധി. കോവിഡിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്താ വ്യാധി? വ്യാധി രോഗം, മഹാവ്യാധി, മാരക രോഗം. 2009 കർത്താവിൻ്റെ വരവിൻ്റെ നിർണായക വർഷം. 2009 8 സംഭവങ്ങൾ ഉലകത്തിൽ നടന്നിട്ടുണ്ട്. അതിലൊരു ഭാഗമാണ് 2009 ആദ്യമായ ലോകരാജ്യങ്ങളിൽ പെസ്റ്റിലൻസ്, പകർച്ചവ്യാധികൾ
ആഞ്ഞടിക്കുന്നു. ഏത് പകർച്ചവ്യാധികൾ? അമേരിക്കയിൽ വന്നു സിക്ക വൈറസ്, ആഫ്രിക്കയിൽ വന്നു എംബോള വൈറസ്, ചൈനയിൽ വന്നു മെർസ് വൈറസ്, സൗദി അറേബ്യയിൽ വന്നു സാർസ് വൈറസ്, ഇന്ത്യയിൽ വന്നു സുന്ദരമായൊരു വൈറസ് അന്നത്തെ കാലത്ത് ആഞ്ഞടിച്ചു. അതിൻ്റെ പേര് ചിക്കൻ ഗുനിയ. 2009 മുതൽ. അതിനുശേഷം പനികളുടെ പ്രാരംഭ എന്താ? ഓരോരോ പനികൾ ഇവിടെ ആഞ്ഞടിക്കുന്നു. ഏതാ? കരിപ്പനി, തക്കാളിപ്പനി, അതുപോലെ കൗണ്ട് കുറയുന്ന പനികൾ ഇഷ്ടം പോലെ ആഞ്ഞടിച്ചു കൊണ്ടിരിക്കുന്നു. അന്ത്യകാലത്ത് മഹാവ്യാധികൾ വരും. തീർന്നില്ല. ഈ ചിക്കൻ ഗുനിയ പരത്തുന്ന കൊതുകേതാ? ആ കൊതുകിന്റെ പേരാ ഈഡിസ് ഈജിപ്റ്റ. നിങ്ങൾ ശ്രദ്ധയോടെ ഇരിക്കണം. എന്താ ഈഡിസ് ഈജിപ്റ്റ? ഈഡിസ് കൊതുകിന്റെ പേര്, ഈജിപ്റ്റ് എവിടെ? മിസ്രൈമിന്റെ പേര് ബൈബിളിനകത്തുണ്ടോ? ശ്രദ്ധയോടെ. വൈറ്റ് ഹൗസിലേക്ക് ദാണ്ട് ലോകത്തെ നേതാക്കളെ കൊല്ലുവാൻ വിഷം പുരണ്ട കവർ. നിങ്ങളുടെ വീട്ടിൽ കല്യാണക്കുറി വരുന്നത് പോലെ വിഷം പുരണ്ട കവറിനകത്ത് കെമിക്കൽ പമ്പ് ചെയ്തിട്ട് ലോകത്തിലെ നേതാക്കളെ കൊല്ലുവാൻ ഇന്ന് വൈറ്റ് ഹൗസിൽ ക്ലിന്റൺ വരെ വന്നു കഴിഞ്ഞു. അന്ത്യകാലം. അങ്ങനെയെങ്കിൽ ആര് മനുഷ്യനെ കൊല്ലും? തേനീച്ച മനുഷ്യനെ കൊല്ലുമോ? കൊതുക് മനുഷ്യനെ കൊല്ലുമോ? ആര് മനുഷ്യനെ കൊല്ലും? യെശയ്യാ പ്രവചനം 7, 18, 19 വാക്യങ്ങൾ. ആര് മനുഷ്യനെ കൊല്ലും? യെശയ്യാ പ്രവചനം 7-ാം അധ്യായം അതിന്റെ 18, 19 വാക്യങ്ങൾ വായിക്കാം. അന്നാളിൽ യഹോവ മിസ്രൈമിലെ നദികളുടെ അറ്റത്ത് നിന്ന്, മിസ്രൈമിന്റെ പേരാ ഈജിപ്റ്റ്, അതിന്റെ നദികളുടെ അറ്റത്ത് നിന്ന് കൊതുകിനെയും, ആ കൊതുകിന്റെ പേരാ ഇന്ന് സയൻസ് പഠിച്ച കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ്, കട്ടക്കോട് സ്കൂള്, അപ്പുറത്ത് PR വില്യം മെമ്മോറിയൽ സ്കൂള്, ചാരുപാറ അപ്പുറത്ത് കിടപ്പുണ്ട് വിശ്വഭാരതി, അവിടെയൊക്കെ പഠിച്ച കുഞ്ഞുങ്ങൾ വിട്ടിരിപ്പുണ്ട്. അന്ന് 2 കൊതുകിനെ പറ്റിയ സയൻസിന് അറിയാവൂ, ക്യൂലക്സും അനാഫിലസും. സ്വത്രം. അങ്ങനെയെങ്കിൽ ഈ 2009 ഒരുവൻ വന്നു. ആ ഡെങ്കുവിന്റെ ചേട്ടനായി വന്നത് ചിക്കൻ ഗുനിയ പരത്തിയ കൊതുകിന്റെ പേര് ഈഡിസ് ഈജിപ്റ്റ. അന്നാളിൽ യഹോവ മിസ്രൈമിന്റെ അറ്റത്ത് നിന്ന് കൊതുകിനെയും നദി വഴി കറിയേറി. അടുത്തത് അശൂർ ദേശത്ത് നിന്ന്, സിറിയയിൽ നിന്ന് തേനീച്ചയെയും ചൂള കുത്തി വിളിക്കും. സന്തോഷമില്ലല്ലോ. തേനീച്ച മനുഷ്യനെ കൊല്ലും. ആറ്റിങ്ങൽ കണ്ടില്ലേ? രാവിലെ ഒരു അച്ചായൻ നടക്കാൻ ഇറങ്ങി കൊല്ലമ്പുഴ പാലം ആറ്റിങ്ങ 650 തേനീച്ചകൾ അച്ചായനെ ശരിയാക്കി കഴിഞ്ഞു. കണ്ടു? അന്ത്യദിനങ്ങൾ എത്തിക്കഴിഞ്ഞു. തീർന്നില്ല. കാട്ടാക്കടയല്ല, വെള്ളറട പനച്ചിമൂട് റോഡ്. രാവിലെ എവിടോ പണിക്ക് പോയ ഒറ്റശേഖരം അംഗത്തിലുള്ള ഒരു സഹോദരൻ പെട്രോൾ പമ്പിൽ നിന്ന് ഇറങ്ങുമ്പോൾ തിരുവനന്തപുരം ജില്ല മുഴുവൻ വാർത്ത വന്നു. കടന്തൽ കൂട്ടത്തോടിളകി ഈ പാവപ്പെട്ട ചെറുപ്പക്കാരനെ കൊന്നുകളഞ്ഞു. എവിടെ നിന്ന്? വെള്ളറടയിൽ നിന്ന് പനച്ചമൂടിൽ ആദ്യത്തെ പെട്രോൾ പമ്പ്. കടന്നൽ കൂടിളകി. അന്ത്യകാലത്ത് ഇതിനൊക്കെ ഈ വിഷം എവിടെ നിന്ന് ലഭിക്കുന്നു? അതുകൊണ്ടാണ് പൗലോസ് ലീഗ ധന്യൻ ചൊല്ലുന്നത്, ഇത് ദുഷ്കാലമാകയാൽ. പൂഞ്ഞാങ്കാടുകാർക്ക് സന്തോഷമില്ല. ഇത് ദുഷ്കാലമാകയാൽ ആരാരെ കൊല്ലും? കണ്ടു? മഹാവ്യാധികൾ. തേനീച്ച മനുഷ്യനെ കൊല്ലും, കൊതുക് മനുഷ്യനെ കൊല്ലും. അടുത്ത ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കണം. അടൂരിൽ ചർച്ചക്കോടുകാരി ഒരു പെങ്കൊച്ചുണ്ടായിരുന്നു. അവൾ സൗദി അറേബ്യയിലായിരുന്നു. അവൾക്കുള്ള പേരായിരുന്നു സഹോദരി സൂസൻ. അവളെ ആരാ കൊന്നയെന്നറിയാമോ? വിഷ ഉറുമ്പ് സൗദി അറേബ്യയിൽ ആളെ കൊന്നു. ആരെ കൊന്നെന്നറിയാമോ? ഏറ്റവും നിർണായകമായി ഇതാ കിടക്കുന്നു തെളിവ്. സൗദി അറേബ്യയിൽ വിഷപറുമ്പ് മലയാളി നേഴ്സിനെ കൊന്നുകളഞ്ഞു. ഒരു വാക്സിൻ പോലും കിട്ടാതെ മരിച്ചു കളഞ്ഞു. അന്ത്യദിനങ്ങൾ. തീർന്നില്ല. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് കോവിഡിലല്ല, ബേഡ് ഫ്ലൂ, പക്ഷിപ്പനി. എന്താ പക്ഷിപ്പനി? പക്ഷികളിൽ നിന്നുണ്ടാവുന്ന പനി മുഖാന്തരം ഇവിടുത്തെ വിമാന സർവീസ് എല്ലാം നിർത്തിവെക്കാൻ പോകുന്നു. പകരം സ്വത്രം എന്ന് ദേശാടന പക്ഷികൾ. എന്താ ദേശാടന പക്ഷികൾ? ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കളോട് ഞാൻ പറയുന്നു, ഇവിടെ 10 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളുണ്ട്. ഈ കുഞ്ഞുങ്ങൾ ഒരിക്കൽ പോലും തത്തയുടെയോ പ്രാവിൻ്റെയോ കൂട്ടിനകത്ത് കൊണ്ടുവരരുത്. എന്താ? ഈ തത്ത രാത്രിയിലിരിക്കുമ്പോൾ കടൽ വഴിയോ നെയ്യാറ് വരുന്ന പക്ഷി ഈ തത്തയുമായിട്ട് മെങ്കിയും ആ തത്തയുടെ വായിലെ സ്രവം അല്ലെ ഈ പക്ഷിയുടെ സ്രവം ഈ തത്തയ്ക്കകത്ത് കയറിയാൽ കൊച്ചിന് പിറ്റേന്ന് പനിയടിക്കും. അതിൻ്റെ പേരാ ബേഡ് ഫ്ലൂ, പക്ഷിപ്പനി. സൂക്ഷിക്കുക. മെഡിക്കൽ സയൻസ് പോലും ഞെട്ടുന്നു. അന്ത്യദിനങ്ങൾ ബേഡ് ഫ്ലൂവിലേക്ക്. പിന്നെ ആര് മനുഷ്യനെ കൊല്ലും? സ്വത്രം. ഇനി തേനീച്ചയല്ല, കൊതുകല്ല. 2015 ഞാൻ പെരുമ്പാവൂരിൽ ഇരിങ്ങോൾക്കാവിൽ പോയപ്പോൾ ഒരു സംഭവം. കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇരിങ്ങോൾക്കാവിനെ പഠിച്ചു. അവിടുത്തെ ചെറുപ്പക്കാരുമായിട്ട് ഞാൻ കാണാൻ പോയപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ചെറുപ്പക്കാർ യോഗത്തിന് പോയപ്പോൾ, സാറേ ഒരു കാര്യം അറിയാമോ എന്ന് ചോദിച്ച്. ഇരിങ്ങോൾക്കാവിൽ ഒരു വിഷയം നടന്നു. എന്താ? ഒരു ചെറുപ്പക്കാരി കുമിൾ പറിക്കുവാൻ നടന്നപ്പോൾ എന്താ സംഭവിച്ചതെന്നറിയാമോ? കുമിൾ പറിച്ചു വീട്ടിൽ കൊണ്ടുപോയി കൂട്ടാൻ വെച്ചു. ഉച്ച കഴിഞ്ഞ് അവർ ഭക്ഷണം കഴിച്ചു. 4 മണിയായപ്പോൾ സഹോദരിയുടെ ശരീരം മൊത്തം നീല കുഴഞ്ഞു വീണു. ആലുവ രാജഗിരി ഹോസ്പിറ്റലിൽ കൊണ്ടുചെന്നപ്പോൾ ഡോക്ടർ ചോദിച്ചു, എപ്പോഴാ കരിമൂർക്കൻ കടിച്ചത്? അവർ പറഞ്ഞു, ഒരു കരിമൂർക്കനും കടിച്ചില്ല, ശരീരത്തിൽ
ശരീരത്തിനകത്ത് ഒന്നുമില്ല. പക്ഷെ എങ്ങനെയോ വിഷമകത്തിയെന്നോ എന്ത് കഴിച്ചെന്ന് ചോദിച്ചു. കൊണ്ടുവരാൻ പറഞ്ഞു. ആ സമയത്ത് സഹോദരി ICU കയറ്റി, രക്ഷപ്പെട്ടില്ല. അവർ മരിച്ചു വീണു. പക്ഷേ ഭർത്താവും കുഞ്ഞുങ്ങളും രക്ഷപ്പെട്ടു. ആ റിപ്പോർട്ട് എന്താണെന്നറിയാം? വീട്ടിൽ നിന്ന് ചട്ടിക്കകത്ത് കൊണ്ടുവന്ന കുമിളിനകത്ത് അവരൊന്ന് റിസർച്ച് ചെയ്തപ്പോൾ കണ്ടത്, ദിവസങ്ങൾക്ക് മുമ്പ് കാവിനകത്ത് കൂടിപ്പോയ കരിമൂർക്കൻ്റെ വായിലെ സലൈവ ഈ കുമിളിനകത്ത് കടന്നത് ചൂടാക്കിയിട്ട് പോലും ഡിവൈഡ് ആയില്ല. സഹോദരി, പാമ്പ് കൊത്താതെ തന്നെ മരിച്ചു. അന്ത്യകാലം, ഉലകം അവസാനിക്കാറായി. കാട്ടാക്കടയും കട്ടക്കോടും പൂവച്ചലും കാണുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടല്ലോ റോഡിൽ, അവൻ്റെ പേരാ മങ്കു. സന്തോഷമില്ലല്ലോ, കീരി. സ്വോത്രം. ഈ കീരി കഴിഞ്ഞ 5 വർഷമായിട്ട് തൃശ്ശൂർ വെറ്റിനറി സർവകലാശാല കീരിയുടെ മോണയ്ക്കകത്ത് വിഷം ചെക്ക് ചെയ്തു. അഥവാ പാമ്പിനെ തകർക്കാനുള്ള വിഷം ആ കീരിയുടെ മോണയ്ക്കകത്ത്. അതുകൊണ്ട് ഏറ്റവും വലിയ കരിമൂർക്കനെ അതിൻ്റെ വിഷം അടിക്കുമ്പോൾ ഇവൻ തീർന്നു കിട്ടുന്നത് അവർ കാണുന്നു. കഴിഞ്ഞ 5 വർഷമായി കീരിയുടെ മോണയ്ക്കകത്ത് വല്ലാതെ അംശം കൂടിക്കൊണ്ടിരിക്കുന്നെങ്കിൽ ഇനി സംഭവിക്കാൻ പോകുന്നത്, നടക്കുന്ന മനുഷ്യന്റെ കാലിനകത്ത് കീരി മാന്തുവാൻ പോകുന്നു, എലി മാന്തുന്നത് പോലെ. അത്രയും ശക്തമായി ഇന്നത്തെ സംഭവങ്ങൾ കാണിക്കുന്നു. തീർന്നില്ല. തമിഴ്നാട്ടിൽ കളിക്കാവിളെ കോഴികളെ മൊത്തമായി കൂട്ടിയിട്ട് കൊല്ലുന്നു. അതിനു ശേഷം അപ്പുറത്തേക്ക് ചെന്നാൽ ആലപ്പുഴയിൽ താറാവിനെ കൂട്ടമായിട്ട് ചൊല്ലുന്നു. പശുവിന് ഭ്രാന്തിപ്പശു രോഗം, വെകളി രോഗം. ഇതെല്ലാം അന്ത്യകാലത്ത് നടക്കുമെങ്കിൽ ഇന്നേക്ക് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് പത്മോസിന്റെ ഏകാന്തതയിൽ അപ്പോസ്തലനായ യോഹന്നാൻ സ്വർഗത്തിലേക്ക് നോക്കുമ്പോൾ അവനോട് പറഞ്ഞ പ്രവചനത്തിന്റെ നിവർത്തി നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ കാണുന്നു. 4-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ഒരു മഞ്ഞ കുതിരയെ ഞാൻ കണ്ടു. പാതാളം അതിനെ പിന്തുടർന്നു. വാൾ കൊണ്ട്, ക്ഷാമം കൊണ്ട്, മഹാവ്യാധി കൊണ്ട്, ഭൂമിയിലെ കാട്ടുമൃഗങ്ങളെ കൊണ്ട് കൊല്ലുവാ. കാലാംശത്തിന്മേൽ അവൻ അധികാരം ലഭിച്ചെങ്കിൽ ഇന്ന് രാത്രി പൂഞ്ഞാങ്കോട് ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവര്, കാറിനകത്ത് കയറി കാട്ടാക്കട വിസ്മയെന്ന് നല്ല പൊരിച്ച കോഴിയൻ നിന്ന് മൊബൈലിനകത്ത് 7up അടിച്ച് ഇവിടെ കറങ്ങി നടക്കാമെന്ന് ആരും വിചാരിക്കണ്ട. അപ്പുറത്തെ വലിയ വലിയ സാംക്രമിക രോഗങ്ങൾ ഇവിടെ പടർന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാ പൗലോസ് ധന്യൻ ചൊല്ലി പറഞ്ഞത്, ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിക്കുക. കണ്ടു, ഇത് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് പത്മോസിന്റെ ഏകാന്തതയിൽ യോഹന്നാൻ കടന്നപ്പോൾ സ്വർഗം അവന് തുറന്നു കാണിച്ചത് അന്ത്യകാലത്ത് മഹാവ്യാധികൾ, പാനിക് ആൻഡ് പാൻഡമിക് ആൻഡ് പെസ്റ്റിലൻസ്. തീർന്നില്ല. യേശു ക്രിസ്തുവിന്റെ ഒലിവുമല പ്രഭാഷണം, ക്രൂശീകരണം AD 30 ഏപ്രിൽ മാസം വെള്ളിയാഴ്ച, അതിന്റെ തലയാഴ്ചയാ യേശു ക്രിസ്തുവിന്റെ ഓശാന പെരുന്നാൾ. ഒലിവുമലയിൽ അവൻ സമ്മതിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശിഷ്യന്മാരോട് പറഞ്ഞു, അന്ത്യദിനങ്ങളിൽ മഹാവ്യാധികൾ ആഞ്ഞടിക്കും. ബൈബിളിലുണ്ടോ? 3 അധ്യായങ്ങളാ യേശു ക്രിസ്തുവിന്റെ ഒലിവുമല പ്രഭാഷണം. 1 മത്തായി 24, ഇന്ന് കുഞ്ഞു വായിച്ചു. 2 ലൂക്കോസ് 21, 3 മർക്കോസ് 13. വായിക്കാം. യേശു ക്രിസ്തു പറഞ്ഞു, മഹാവ്യാധികളും ക്ഷാമവും ഭൂകമ്പവും ഉണ്ടാകാം. ബൈബിൾ അടിസ്ഥാനത്തിൽ മാത്രം പ്രസംഗം. ലൂക്കോസ് 21:11 വായിക്കാം. ലൂക്കോസ് 21:11 തിരുവചനം, അന്ത്യദിനങ്ങൾ. വായിച്ചാട്ടെ. വലിയ ഭൂകമ്പവും ക്ഷാമവും മഹാവ്യാധികളും അവിടെ ഉണ്ടാകും. 3 കാര്യം നിങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടു. 1, ക്ഷാമം പുറകെ വരുന്നുണ്ട്, കഴിഞ്ഞ ദിവസങ്ങളിലും കണ്ടു. മഹാവ്യാധി, കോവിഡിലേക്ക് ഞാൻ വരുക, കോവിഡ് എവിടെ ചെല്ലുമെന്ന്. തീർന്നില്ല. അതിനപ്പുറത്ത് ഭൂകമ്പമുണ്ടാകും. എന്താ ഭൂകമ്പം? ശ്രദ്ധയോടെ ഇരിക്കണം. 1970 മുതൽ 80 വരെ 10 ഭൂകമ്പം. അതിനുശേഷം 80 മുതൽ 90 വരെ 50. 90-ന് ശേഷം വീണ്ടും ഭൂകമ്പമുണ്ടായി. ഏകദേശം 80-ൽ പരം ഭൂകമ്പങ്ങൾ ഒരു വർഷത്തിൽ നടക്കുന്നു. എന്താ ഭൂകമ്പം? ഭൂമി പട്ടുപട പൊട്ടുന്നു, കിടുകിട കീറുന്നു, മത്തനെ പോലെ ചാഞ്ചാടുന്നു, കാവൽമാടം പോലെ ആടുന്നു. അത് വിറയ്ക്കും, വീഴും, എഴുന്നേൽക്കയില്ല. നാം പാർക്കുന്ന ഭൂമി, മിൽക്കി വേ ഗാലക്സിയിൽ 9 ഗ്രഹങ്ങൾ. സൂര്യന്റെ ആകർഷണത്തിൽ നിൽക്കുന്ന 9: ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ, പ്ലൂട്ടോ. ഈ പ്ലൂട്ടോ നാളെ അത് ചിന്തിക്കുമ്പോൾ ഒന്നുകൂടി ഇലാബറേറ്റ് ചെയ്തു തരാം. നാം പാർക്കുന്ന ഭൂമിക്ക് 3 ഘടകങ്ങൾ. 1-ാമത്തെ ഘടകം ക്രിസ്റ്റ്, 80 കിലോമീറ്റർ വീട് വെക്കാൻ വെള്ളം കിട്ടും. 2-ാമത്തെ ഘടകം 80 മുതൽ 2000 കിലോമീറ്റർ വരെ കട്ടിപ്രതലം. ഇതിനാ കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിലെ ജോഗ്രഫി ടീച്ചർ പറയും മാൻഡേഡിന്റെ അടിയിൽ ദൈവം ഒരു പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. അതിന്റെ പേര് ടെക്ടോണിക് പ്ലേറ്റ്. പാണ്ടിലോറിക്ക് അടിക്കുന്നത് പോലെ 1-ാമത്തെ പ്ലേറ്റ് എവിടെ? കന്യാകുമാരി, കാശ്മീർ, ഗൾഫ് രാജ്യം, മസ്കറ്റ് വഴി തുർക്കി വരെ കിടക്കുന്നു. ആ പ്ലേറ്റിന്റെ പേരാ സയൻസ് PSC ഏഷ്യൻ പ്ലേറ്റ്. 2-ാമത്തെ പ്ലേറ്റ് ന്യൂഡൽഹി, ബർമ, റംഗൂൺ, ചൈന, തായ്ലൻഡ്, ബ്രിട്ടൻ വരെ കിടപ്പുണ്ട്. ടിബറ്റൻ പ്ലേറ്റ്. സൂര്യന്റെ ആകർഷണത്തിനകത്ത് ഈ പ്ലേറ്റ് കുലുങ്ങുന്നതാ ഭൂകമ്പം. ഭൂമിയുടെ അടിയിൽ 3-ാമതൊരു തട്ടുണ്ട്. അതിനെപ്പറ്റി വല്ലവർക്കും അറിയാമോ? ആ തട്ട്
നാട്ടിന്റെ പേര് അഗാധ കൂപം. അങ്ങനെ വല്ല കേട്ടിട്ടുണ്ടോ? കോർ, പാതാളം, യാതനാസ്ഥലം, പുറത്തെ ഇരുട്ട്. അവിടെ പോയിട്ടുള്ള വല്ലവരും ഉണ്ടോ? കാട്ടാക്കടയിൽ നിന്ന് വല്ലവരും? സ്വോത്രം. അങ്ങനെ ഒരാൾ പോയിട്ടുണ്ട്. പിന്മാറ്റത്തിൽ പുത്തൻ വീട്, ലൂക്കോച്ചായൻ 16-ാം അധ്യായം. സന്തോഷമില്ലല്ലോ. ഒരു ധനവാനെ ലാസറിനെയും പറ്റി കേട്ടിട്ടുണ്ടോ? സ്വോത്രം. ആ കൊണപ്പെടാത്ത അച്ചായന്മാരെല്ലാം കാട്ടാക്കടയിൽ പോകുന്നത് ആ വീട്ടിലേക്കാ. സ്വോത്രം. സന്തോഷമില്ലല്ലോ. സ്വോത്രം. അവിടെ ഒരു അച്ചായൻ കിടപ്പുണ്ട്. അത് കണ്ടിട്ട് അയ്യോബ് പറയുന്നത്, ബുദ്ധിമാന്റെ യാത്ര മേൽപോട്ടാകുന്നു, അവന്റെ കീഴെ പാതാളങ്ങൾ അവനെ വിട്ടുപോയിരിക്കുന്നു. സന്തോഷമില്ലല്ലോ. ഇന്ന് രാത്രി ഈ സൂര്യന്റെ ആകർഷത്തിനകത്തേക്കുന്ന ഭൂമി സൂര്യന്റെ പിടികിട്ടാതിരിക്കുമ്പോൾ ഉണ്ടാകുന്നത് ആ ഭൂകമ്പം. ഇന്ന് നമ്മുടെ കോവിഡ് ഇവിടെ ആഞ്ഞടിക്കുമ്പോൾ ഒരു വിഷയം ഇവിടെ ആഞ്ഞടിക്കുന്നു, മുല്ലപ്പെരിയാർ. എല്ലാ രാത്രിയും ചാനലിനകത്ത് ചർച്ചയുണ്ട് മുല്ലപ്പെരിയാർ. എന്താ ചാനലിനകത്ത് ചർച്ച? എന്താ ഈ മുല്ലപ്പെരിയാർ? 1994. സന്തോഷമില്ലല്ലോ. 1994 മഹാരാഷ്ട്രയിലെ ലത്തൂർ ഒന്ന് കുലുങ്ങി. ഇന്നും ഏഷ്യാനെറ്റ് അളകനന്ദയുടെ ലോകജാലകം ചെക്ക് ചെയ്തിട്ട് 6.7 ഉച്ചയ്ക്ക് ലത്തൂർ കുലുങ്ങി. എത്ര സംഭവിച്ച്? 46,000 പേർ ഗുഡ് ബൈ. മഹാരാഷ്ട്രയിലെ ലത്തൂർ. ആ ചലനം എവിടെ എത്തി? കർണാടക, ഗോവ, വയനാട്, ബത്തേരി വഴി എവിടെ എത്തി? എറണാകുളത്ത് നിന്ന് മൂവാറ്റുപുഴയിൽ നിന്ന് തൊടുപുഴയിൽ നിന്ന് ഉപ്പുതറ എന്ന് കാഞ്ചിയാർ നിന്ന് വള്ളക്കടവ്. അതാ ബേബി ഡാമിനെ ഇളക്കിയത്. എന്താണെന്നറിയാമോ? 28 കൊല്ലം മുമ്പ് മുല്ലപ്പെരിയാറിൽ വിള്ളൽ വീണത്. എന്താ മുല്ലപ്പെരിയാർ? തിരുവനന്തപുരം രാജകുടുംബം കമ്പന്തേനി ഡിസ്ട്രിക്റ്റിന് വെള്ളം കൊടുക്കുവാൻ കൊടുത്തതാ മുല്ലപ്പെരിയാർ. 28 വർഷമായി വിള്ളൽ വീണിട്ട് ഇതുവരെയും ഡാം പണിഞ്ഞില്ല. പല മറ്റു പണികളും നടന്നുകൊണ്ടിരിക്കുക. സ്വോത്രം. തമിഴ്നാടാണ് ഇത് ഒരിക്കലും ഒത്തുതീർപ്പാക്കാൻ സമ്മതിക്കത്തില്ല. തമിഴ്നാട് പറയുന്നത് എന്തോ? മുല്ലപ്പെരിയാർ പൊട്ടിയാൽ ഞങ്ങൾ രക്ഷപ്പെട്ടു. സന്തോഷമില്ലല്ലോ. 45 ലക്ഷം ജനം ഗുഡ് ബൈ. 5 ഡിസ്ട്രിക്റ്റുകൾ പോകും. ഏത് പോകും? പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം, എറണാകുളം, ആലപ്പുഴയുടെയും തൃശ്ശൂരിൻ്റെയും ഒരു ഭാഗം, നെടുമ്പാശ്ശേരി എയർപോർട്ട് മൊത്തമായിട്ട് അറബിക്കടലിൽ കിടക്കും. ഇതിൻ്റെ പേരാ മുല്ലപ്പെരിയാർ. തമിഴ്നാട്ടുകാരൻ പറയുന്നത്, കിട്ടിയാ ഞങ്ങൾക്ക് നല്ലത് തിരുവനന്തപുരം, കൊല്ലവും, കന്യാകുമാരിയിലെടുക്ക്, ബാക്കി പാലക്കാടും കോയമ്പത്തൂരും അങ്ങ് ഒരുമിച്ച് ചേർക്കും. അതുകൊണ്ട് ആ തമിഴൻ ജീവിതത്തിൽ ഇതിന് വിട്ടുവീഴ്ച തരത്തില്ല. ഇന്ന് എല്ലാവരുടെയും ചർച്ചാ വിഷയം. ഏഷ്യാനെറ്റ് അന്തിച്ചർച്ചയ്ക്ക് വരുന്ന ഒരു കുഞ്ഞുങ്ങൾക്കും അറിയത്തില്ല എന്നാ ഈ മുല്ലപ്പെരിയാറെന്ന്. 28 വർഷം സ്വർഗത്തിലെ ദൈവം മുല്ലപ്പെരിയാറിന് അവസരം കൊടുത്തു. ഇനി പണിയാത്ത കർത്താവിൻ്റെ കാര്യമാണോ? സ്വോത്രം. പണിയാത്തതിന് ദൈവത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ലോ. മുല്ലപ്പെരിയാർ പൊട്ടുമോ പൊട്ടാതിരിക്കുമോ? സ്വോത്രം. മുല്ലപ്പെരിയാർ ഒന്നും പൊട്ടത്തില്ല. ഉറപ്പായിട്ട് രാഷ്ട്രീയ നേതാക്കൾക്ക് ഞാൻ ഉറപ്പ് കൊടുക്കാം. നിങ്ങൾക്കറിയാമോ, കഴിഞ്ഞ ദിവസവും ഞാൻ അടിമാലിയിൽ നിന്ന് വന്നതാ. ഇടുക്കിയുടെ രാത്രികളിൽ 100 രാത്രി രാജാക്കാടും രാജകുമാരി, തൊട്ടിക്കാനം, സേനാപതി, പൂപ്പാറ, ശാന്തമ്പാറ മുഴുവൻ ഞാൻ പ്രസംഗിച്ചതാ. നമ്മൾ കാട്ടാക്കടയും പൂവച്ചലും ആമച്ചലും നല്ല വീട്ടിൽ കിടക്കുന്നു, AC ഇട്ട് കിടക്കുക. അവിടെ ഹൈറേഞ്ചിനകത്ത് പോയാൽ അപ്പച്ചൻ കിടക്കുന്ന സിറ്റ് ഔട്ടി ഒരു ഓട്ടോയ്ക്കകത്ത് പെട്രോൾ അടിച്ചിട്ടേക്കോ. സ്വോത്രം. അവരോട് ചോദിക്കുക, അച്ചായനെ എന്തിനാ സിറ്റ് ഔട്ടി ഇട്ടിരിക്കുന്നത്? പാസ്റ്ററെ, മുല്ലപ്പെരിയാർ തകർന്നാൽ അപ്പച്ചനെ കട്ടിലോട് ഓട്ടോടെ മേറ്റി കെട്ടി കൊണ്ടുപോകാനായിട്ട്. സ്വോത്രം. ഇവിടെ സന്തോഷമില്ലല്ലോ. വീട്ടിനകത്ത് ചപ്പാത്തിയും കഴിച്ച് ചിക്കനും കഴിച്ച് കറുത്തമുത്തും കണ്ടുകൊണ്ടിരിക്കുന്ന അച്ചായ അമ്മാമ്മ എല്ലാം തീരാറായി. സ്വോത്രം. ഇരിക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ട് മുല്ലപ്പെരിയാർ തകരത്തില്ല? ഞാൻ ആദ്യം പെന്തിക്കോസിലല്ല പോയത്. ഇവിടുത്തെ ബിഷപ്പ് കരഞ്ഞുകൊണ്ടിരിക്കുക. സ്വോത്രം. ഇവിടുത്തെ ബിഷപ്പ് 2018 എന്നെ വിട്ടി. അതിൻ്റെ ദൃക്സാക്ഷി ഇവിടെ ഇരിപ്പുണ്ട്. പച്ചയ്ക്ക് ഞാൻ പറയുക. സ്വോത്രം. ഷീനു ഇവിടെ ഇരിപ്പുണ്ട്. സ്വോത്രം. കുറ്റിച്ചൽ CSIയിൽ ഞാൻ അന്തസ്സായിട്ട് പ്രസംഗിക്കുമ്പോൾ ഇന്നത്തെ CSIയുടെ ബിഷപ്പ് എനിക്കെതിരെ കൽപ്പന ഇറക്കി. 2 രാത്രി കഴിഞ്ഞ് 2 ദിവസം കൂടെ കൺവെൻഷന് പാവപ്പെട്ട കുഞ്ഞുങ്ങൾ. അച്ഛൻ സ്റ്റേജിൽ കയറിയാൽ ഈ പരമ ബിഷപ്പ് പറഞ്ഞ് പുള്ളിയെ വീട്ടിൽ ഇരുത്തുന്നു. ഞാൻ പറയും, അച്ഛൻ വരണ്ട, ഞാൻ പ്രസംഗിച്ച്, ഞാൻ സ്വോത്ര കാഴ്ചയെടുത്ത്, ഞാൻ ആശീർവാദം പറഞ്ഞു. സ്വോത്രം. അന്ന് ഞാൻ പറഞ്ഞു പുള്ളി കരഞ്ഞുകൊണ്ടിറങ്ങുമെന്ന് പറഞ്ഞു. സ്വോത്രം. 36 സഭായോഗം സജു ചാത്തന്നൂരിനെ വെട്ടിയതാ ധർമ്മരാജ റസാല. സ്വോത്രം. അദ്ദേഹം ഞാൻ പ്രസംഗിക്കുന്ന ബൈബിളുണ്ട്. പാളയത്തിന് ഏതടി ഉണ്ടായാലും കരഞ്ഞുകൊണ്ടേ പോകത്തുള്ളൂ. സ്വോത്രം. ഞാൻ അതിനുശേഷം വിരാലി CSI, ആറാട്ടുകുടി CSI, അഞ്ചുപരങ്കാല CSI, കൊറ്റാമ CSI, കല്ലാമ CSI 36 യോഗത്തെ സ്നാനം പ്രസംഗിച്ചെന്ന് പറഞ്ഞിട്ട് അവസാനം ഞാൻ അവിടെ ചെന്നപ്പോൾ പുള്ളിയോട് പറഞ്ഞു, എൻ്റെ ചങ്കില ശ്വാസം പോയാൽ സത്യവചനം ഞാൻ പ്രസംഗിക്കും, നിങ്ങൾ കണക്ക് കൊടുക്കുമെന്ന് പറഞ്ഞു. സ്വോത്രം. അവർ വെട്ടിയപ്പോൾ ഈസ്റ്റ് കേരള മഹാ ഇടവ. സ്വോത്രം. കോട്ടയം, മേലുകാവ് മുഴുവൻ എന്നെ കൊണ്ടുപോയി. അവരുടെ കൺവെൻഷൻ ഇവിടെ കഞ്ഞിക്കുഴി, ചേലച്ചുവട്, അത് കഴിഞ്ഞിട്ട് എവിടൊക്കെയാണെന്നറിയാമോ? സകല സ്ഥലത്ത്. അവിടെ നമ്മുടെ കാട്ടാക്കട കണക്കല്ല. 6:30 നല്ല ഉടുപ്പില്ല സച്ചിദാനന്ദ സാറേ. ഹൈറേഞ്ചിലെ തൊഴിലാളികളാണ് വരുന്നത്. ജീപ്പ് പിടിച്ച് വരുമ്പോൾ അച്ഛന്മാർ കുറേ ചായ, ഒരു പരിപ്പ് വട.
സ്വോത്രം. അവരെ ശരീരത്തിനകത്ത് തോട്ടത്തിലെ കൊളുന്ത് തുള്ളിയതിൻ്റെ ഗന്ധമാ. പക്ഷേ അവിടെ ഒരു പാട്ട് പാടുമ്പോൾ അവർ പറയും, എബനേസറേ എബനേസറേ ഇന്ന് വരെ കരുതിയവനെ. സ്വോത്രം. എൻ്റെ അപ്പൻ എന്നെ കരുതുമെന്ന് വിശ്വാസത്തോടെ. നമ്മുടെ പെന്തിക്കോസുകാർ പോലും നാണിക്കണം. ഹൈറേഞ്ചിലെ തൊഴിലാളിക്ക് വ്യത്യാസമില്ല. പക്ഷേ അവനൊരു പാട്ട് പാടുമ്പോൾ മുട്ടുമടക്കി ദൈവത്തോട് കരയാറുണ്ട്. ഇന്ന് രാത്രി ഞാൻ പറയാം, മുല്ലപ്പെരിയാറിനകത്ത് എത്ര വീണാലും, പിണറായി ചർച്ച ചെയ്താലും, ഹല്ലേലൂയ ഉമ്മൻചാണ്ടി ചർച്ച ചെയ്താലും, കേന്ദ്രം ഇടപെട്ടാലും ഇടപെട്ടില്ലെങ്കിലും മുല്ലപ്പെരിയാർ തകരത്തില്ല. എന്താ? 45 ലക്ഷം ജനങ്ങൾ വെള്ളത്തിനകത്ത് ഒഴുക്കി വിടുന്നവനാണോ നമ്മുടെ ദൈവം? അല്ല. അവൻ കരുണാമയനായ ദൈവം, അവൻ കൃപയുടെ ദൈവം. ഹല്ലേലൂയ. അവൻ അങ്ങനെ മുല്ലപ്പെരിയാറിൽ ഇനി എത്ര വിള്ളൽ വീണാലും, എത്ര സുർക്ക വന്ന് തടഞ്ഞാലും, തമിഴ്നാടും കേരളവും ചർച്ച നടത്തിയാലും മുല്ലപ്പെരിയാർ പൊട്ടാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. എൻ്റെ ദൈവം ആര്? സായം സന്ധ്യയിൽ 2 ദൂതന്മാർ എവിടെ പോയി? ലോത്തിന്റെ വീട്ടിൽ പോയി. ദൂതന്മാർ എന്താ കണ്ടത്? ഒരു വ്യക്തിയെങ്കിലും സോദോമിനകത്തുണ്ടെങ്കിൽ ദൈവത്തിന്റെ ന്യായവിധി വരത്തില്ല. ഇടിവിൽ നിൽക്കാൻ അബ്രഹാം ഉണ്ടെങ്കിൽ സോദോമിനകത്ത് ദൈവത്തിന്റെ ന്യായവിധി വരാൻ സമ്മതിച്ചില്ല. ഹൈറേഞ്ചിനകത്ത് ദൈവത്തിന്റെ മക്കൾ കരമുയർത്തി ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ആരാ ദൈവം? അണ്ഡകടാകങ്ങളെ സൃഷ്ടിച്ച ദൈവം, ആകാശ നക്ഷത്രത്തെ ഉളവാക്കിയ ദൈവം. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയെ സൃഷ്ടിച്ചെങ്കിൽ ഭൂമി പാടും ശൂന്യവുമായിരുന്നെങ്കിൽ, ഭൂമിയുടെ നീളിൽ വെള്ളത്തിൽ ഇരുൾ പ്രവർത്തിച്ചെങ്കിൽ, ഇന്ന് രാത്രി മിൽക്കി വേ ഗാലക്സിക്കകത്ത് നക്ഷത്രത്തിനെ കൂട്ടിയിടിക്കാതെ കറക്കുന്നവനാ ഞാൻ ആരാധിക്കുന്ന ദൈവം. സോംപൂറ ഗാലക്സിക്കകത്ത് ആകാശ പാറകളെ വച്ചവനാ ഞാൻ ആരാധിക്കുന്ന ദൈവം. അവൻ അറിയാതെ മുല്ലപ്പെരിയാർ പൊട്ടത്തില്ല. ഇന്ന് രാത്രി ഏത് രാഷ്ട്രീയ നേതാക്കൾ കേട്ടാൽ ഞങ്ങൾക്കൊന്നറിയാം. സായം സന്ധ്യയിൽ 2 ദൂതന്മാർ ലോത്തിന്റെ വീട്ടിൽ ചെന്നു. ലോത്തിനെയും കുഞ്ഞുങ്ങളെയും സോദോമിനകത്തുനിന്ന് കൊണ്ടുപോയി സോവയറിൽ കാൽ ചവിട്ടിയതിന് ശേഷമാ ആകാശത്തിൽ നിന്ന് തീയും ഗന്ധകവും ഇറങ്ങിയെങ്കിൽ പൂഞ്ഞാങ്കോട് മുല്ലപ്പെരിയാർ നാളെയോ മറ്റന്നാളോ എന്നോ പൊട്ടും. അതൊക്കെ ഇവിടെ നടക്കുക. എന്നാൽ മുല്ലപ്പെരിയാർ പൊട്ടി ആയിരങ്ങൾ മരിക്കുന്നതിന് മുമ്പ് മറ്റൊരു ശബ്ദം മധ്യാകാശത്തിൽ കേൾക്ക്. അതിൻ്റെ പേരാ കർത്താവ് തൻ ഗംഭീരനാദം. പ്രധാന ദൂതന്റെ ശബ്ദം, ദൈവത്തിന്റെ കാഹളം. ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്ക്. ജീവനോടിരിക്കുന്ന അവനെ എതിരേൽക്കുവാൻ ഈ തലമുറയിൽ മധ്യാകാശത്തിൽ എടുക്കപ്പെടും. പൂഞ്ഞാങ്കോട് കാലം സമീപമായി. ദൈവരാജ്യം സമീപിച്ചു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിലേക്ക് മടങ്ങിവാ. ഞങ്ങളുടെ യേശു പറഞ്ഞ ഒലിവുമല പ്രഭാഷ, വാൾ, ക്ഷാമം, മഹാവ്യാധി, ഭൂകമ്പം, കാട്ടുമൃഗങ്ങളല്ല നിങ്ങളുടെ കണ്ണുകൊണ്ട് ചാനലിനകത്ത് ടെലിവിഷനകത്തും പത്രത്തിൽ കാണുമ്പോൾ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറഞ്ഞു, ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ ഞങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നത് കൊണ്ട് ഇന്ന് രാത്രി നീ പറഞ്ഞ് തലകളെ ഉയർത്തുവേ. നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഇന്ന് രാത്രി നീ ഒരുങ്ങിക്കൊള്ളുക. തീർന്നില്ല. അങ്ങനെയെങ്കിൽ ലോകം ഒരുവന്റെ കയ്യിലെത്തണം. അതിനൊരു കാർപ്പറ്റ് ഒരുക്കണം. ആ കാർപ്പറ്റ കോവിഡ്. എന്താ കോവിഡ്? ഇനിയുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധയോടെ ഇരിക്കണം. എന്താ കോവിഡ്? എല്ലാ കാലത്തും പകർച്ചവ്യാധി. 1800 ഇവിടെ ഒരു പെസ്റ്റലിൻസ് വന്നു. അതിൻ്റെ പേരാ പ്ലേഗ്. ആയിരങ്ങളെ കൊണ്ട് 3 സംഭവം ഉലകത്തിൽ നടന്നു. 1917 ഇസ്രയേലാകുന്ന അത്തിച്ചെടി കുഴിച്ചു വെച്ചു. ബാൽബോർഡ് വിളംബരം നവംബർ 11 രാത്രി 11 മണി 1917. 1917 അന്ന് ഒരു സംഭവം നടന്നു. റഷ്യയിലെ സാർ ചക്രവർത്തിമാരെ തൂത്തെറിഞ്ഞു. അന്ന് കമ്മ്യൂണിസം വന്നത്. കാറൽ മാർക്സും ഏംഗൽസിന്റെ തത്വമായി റഷ്യയിൽ കമ്മ്യൂണിസം വന്നു. അന്ന് അവർ പാടിയത് സർവ്വലോക തൊഴിലാളികളെ സംഘടിക്കുവിൻ. സംഘടിച്ചു. നമ്മുടെ സഹാക്കൾക്ക് പോലും അറിയത്തില്ല എന്നാ റഷ്യ കമ്മ്യൂണിസം വന്നത്. അവരെഴുതിക്കും 1917 വന്ന സ്വോത്രം. അത് കഴിഞ്ഞിട്ട് ഈ കാറൽ മാർക്സും ഏംഗൽസും ആരാന്നറിയാമോ? 1ാം തരം യഹൂദന്മാരോ. സ്വോത്രം. അതും അറിയണം. ഇവരെല്ലാം പോസ്റ്റ് ഒട്ടിച്ചിട്ട് കാര്യമല്ല, അവരെല്ലാം പഠിക്കണം. സ്വോത്രം. 1917 രണ്ടാമത്തെ ഇവിടുത്തെ ഏറ്റവും വലിയ പകർച്ചവ്യാധി വന്ന സ്പാനിഷ് ഫ്ലൂ. അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ 2019 ഒക്ടോബർ മാസം ചൈനയിലെ വുഹാനിൽ നിന്ന് ഒരു പകർച്ചവ്യാധി ഇറങ്ങി. അതിൻ്റെ പേരാ നോവൽ കൊറോണ. എന്താ കൊറോണ? പലരും പറയുന്നൊരു കാര്യമുണ്ട്, പാമ്പിന്ന് വന്നതാ, പല്ലിന്ന് വന്നതാ, അല്ലെങ്കിൽ വൈറസിൽ നിന്ന് വന്നതാ. ഇതൊന്നുമല്ല വന്നത്. ആർക്ക് വേണേലും ഇന്ന് തെളിവ് ഞാൻ തരാം. പണ്ടാരവനോട് ചോദിച്ച പാസ് കറക്റ്റാണ്. സ്റ്റേജിലോട്ട് കാണിക്കാൻ കൊറോണ വൈറസ് ചൈനയുടെ ജൈവായുധം. പറഞ്ഞത് ഞാനല്ല. ഇസ്രയേലിൽ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി സയോണ മെഡിക്കൽ സെന്റർ, അതിൻ്റെ ഡയറക്ടറുടെ പേരാ ഡാനിയൽ ഷോഹം. അദ്ദേഹമാണ് പറഞ്ഞത്
പറഞ്ഞത് ചൈന ഉണ്ടാക്കിയ ബയോ വെപ്പണ എന്താണെന്നറിയാമോ? ഈ കൊറോണ വൈറസ്. ശ്രദ്ധയോടെ ഇരിക്കണം. എന്തിന് ചൈന ഉണ്ടാക്കി? 1998 പഠിക്കേണ്ടവർക്ക് നോട്ട് ചെയ്യാം. 1998 ഇസ്രയേൽ ഒരു ബോംബ് ഉണ്ടാക്കി, എത്തനിക് ബോംബ്. എന്താ എത്തനിക് ബോംബിന്റെ പ്രത്യേകത? ശ്രദ്ധയോടെ ഇരിക്കണമേ. എത്തനിക് ബോംബിന്റെ പ്രത്യേകത, ആ ബോംബ് വീണാൽ യഹൂദന്റെ ബ്ലഡ് അല്ലാത്ത സകലരിലും അത് പടർന്നാൽ മരിച്ചു കളയും. 1998 ഭയങ്കര പ്രശ്നമാണ് ലോകത്ത്. 2, ഇന്ന് ഇസ്രയേലിനകത്തൊരു സ്പ്രേ ഉണ്ട്, മനുഷ്യന്റെ ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ സെക്കൻഡ് കൊണ്ട് മരിക്കുന്ന സ്പ്രേ. പറയാം, പലസ്തീൻ ഇസ്രയേൽ സംഘടനം ഒരു ചെറുപ്പക്കാരൻ 4 യഹൂദന്മാരെ കൊന്നു. സ്ഥലത്തേക്ക് വന്നു, അവൻ സ്ഥലം വിട്ട് ദുബായിലേക്ക് വന്നു. ഇനി ഓപ്പണായിട്ട് ദുബായിക്കാർ കേട്ടാലും കുഴപ്പമില്ല, പത്രങ്ങളിൽ വന്നു. അവൻ ഇവിടെ വന്ന് ദുബായിൽ ബിസിനസ് തുടങ്ങി. ഒരു യഹൂദനെ കൊന്നാൽ ഇസ്രയേൽ വെറുതെ വിടത്തില്ല. അന്നത്തെ കാലത്ത് ദുബായിൽ വരാൻ യഹൂദന് പറ്റത്തില്ല. അവന്മാർ അമേരിക്കൻ പാസ്പോർട്ടിൽ 4 പേര് എവിടെ വന്നു? ദുബായിൽ ഇറങ്ങി. ഈ ചെറുപ്പക്കാരനെ വാച്ച് ചെയ്തു അമേരിക്കൻ പാസ്പോർട്ടിൽ. അപ്പൊ വെള്ളിയാഴ്ച എല്ലാ ദിവസവും അവധിയാ ഗൾഫിൽ. ഈ ചെറുപ്പക്കാരൻ വൈകിട്ടെന്ന് മാർക്കറ്റിനകത്ത് പോകും, കൺവയറിനകത്ത്, ലിഫ്റ്റിനകത്ത്. കേൾക്കണമേ, അപ്പോൾ ഇവർ 2 പേരും മുമ്പേയും പുറകെയും കയറും. ഇവൻ്റെ കൂടെ 2 വെള്ളിയാഴ്ച കയറിയപ്പോൾ ഇവൻ സ്ഥിരം വരുന്ന റൂട്ട് പിടിച്ചു. 3-ാമത്തെ വെള്ളിയാഴ്ച ലിഫ്റ്റിനകത്ത് പോകുമ്പോൾ 2 കോട്ടിട്ട യഹൂദന്മാർ അമേരിക്കയുടെ അതേ പാസ്പോർട്ടിനകത്ത് കയറിയിട്ട് ഈ യഹൂദൻ പോയപ്പോൾ ഒരുവന്റെ കയ്യിൽ ഒരു കൊക്കക്കോള ഉണ്ടായിരുന്നു. അവൻ ലിഫ്റ്റ് ചെയ്ത് പൊട്ടിച്ചു. അപ്പോൾ ഈ പലസ്തീൻ ചെറുപ്പക്കാരൻ അവനെ നോക്കിയപ്പോൾ മറ്റവൻ കൈക്ക് പിടിച്ച് ഞങ്ങളുടെ ഉപദേശിമാർ സ്പ്രേ അടിക്കുന്ന പോലെ ഒറ്റയടി. സ്വോത്രം. അവർ മേളിൽ ചെന്നിട്ട് ലിഫ്റ്റ് ഇറങ്ങിപ്പോയി. സ്വോത്രം. 1/2 മണിക്കൂറിനകം അവർ ദുബായിൽ നിന്ന് അമേരിക്കയിലേക്ക് പോയി. ദുബായ് പോലീസ് ഞെട്ടിപ്പോയി. അവൻ വീട്ടിൽ ചെന്നു. 4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ശരീരം കുഴഞ്ഞു. ആശുപത്രി കൊണ്ട് ചെന്നപ്പോൾ അവർ വിചാരിച്ച് ഹാർട്ട് അറ്റാക്കാന്ന്. പക്ഷേ അറബ് ലോകം ഞെട്ടിപ്പോയി. മനുഷ്യന്റെ കയ്യിൽ ഇസ്രയേൽ ഉണ്ടാക്കിയ സ്പ്രേ അടിച്ചു. 4 മണിക്കൂർ കൊണ്ട് അവൻ മരിച്ചു, ബ്ലഡ് ക്ലോട്ടിങ്. അപ്പോൾ ചൈന വിചാരിച്ചു ഇനി ഞങ്ങൾക്ക് രക്ഷ വേണം. ആരാ ചൈന? 16 അതിർത്തി രാഷ്ട്രങ്ങൾ ചൈനയ്ക്കുണ്ട്. ആരുണ്ട്? ഇന്ത്യയുണ്ട്, ബർമയുണ്ട്, റങ്കൂണുണ്ട്, പാകിസ്ഥാനുണ്ട്, അഫ്ഗാനിസ്ഥാനുണ്ട്, റഷ്യയുണ്ട്, ജപ്പാന്റെ ബോർഡറുണ്ട്, തൈവാനുണ്ട്, സ്വോത്രം, കൊറിയ വരെ ഉണ്ട് ചൈനയുടെ ബോർഡർ. ഈ 16 രാഷ്ട്രങ്ങൾ ചൈന അടിച്ചാൽ എങ്ങനെ ഇരിക്കും? പാണ്ടിലോറിയുടെ കീഴിൽ എലി കയറിയോലിരിക്കും. സന്തോഷമില്ലല്ലോ. സ്വോത്രം. 4 രാജ്യമെതിരായ മലയാളം നമ്മുടെ കാട്ടാക്കട ബസ് സ്റ്റാൻഡിനകത്ത് ഒരു പോക്കറ്റ് അടിക്കാരനെ കിട്ടിയാൽ ലോട്ടറി വിൽക്കുന്ന നാരായണൻ ചേട്ടൻ പറയും, എവനാണ് ഇത്രയും നാള് പോക്കറ്റ് അടിച്ചുകൊണ്ടിരുന്നത്, ഒറ്റ കൈ തളർന്ന നാരായണൻ ചേട്ടനും അതിൻ്റെ ഇടയ്ക്കൂടെ ഒരു കുത്തു കൊടുക്കാൻ തോന്നും. അങ്ങനെയെങ്കിൽ ചൈനയ്ക്കെതിരെ എല്ലാവരും കയറിയാൽ അവൻ എങ്ങനെ രക്ഷപ്പെടണം? അതിനു വേണ്ടി അവൻ കുപ്പിക്കകത്തുണ്ടാക്കിയ സാധനമാ 2010 ഒരു ലാബ് ഉണ്ടാക്കി. വുഹാൻ. 3 നഗരങ്ങളാ ചൈന. 1 ഷാങ്കായ്, 2 ബീജിംഗ്, 3 പീക്കി. 4-ാമത്തെ ഏറ്റവും തുറമുഖ നഗരം ഈ വുഹാൻ. ചൈനയിലെ ഇൻഡസ്ട്രിയൽ സിറ്റി. അവിടെ ഏക്കർ കണക്കിന് വലിപ്പത്തിൽ 2010 ഉണ്ടാക്കിയ ഒരു ലാബ്, വുഹാൻ ലാബ്. അവിടെ ഉണ്ടാക്കിയ ആർട്ടിഫിഷ്യൽ വൈറസ്, കോവിഡ് വൈറസ്. പലരും ആദ്യം പറഞ്ഞപ്പോൾ എന്നെ എന്തെല്ലാം പറഞ്ഞെന്നറിയാമോ? സ്വോത്രം. ഇന്ന് ശാസ്ത്രം എവിടം വരെ വികസിച്ചെന്നറിയാമോ? കാട്ടാക്കടയിൽ ആടിന്റെ പേര് ഡോളി. ആടിനെ ക്ലോണിങ് കൂടെ ഉണ്ടാക്കി. പിന്നെ ഒരു വൈറസിനെ ഉണ്ടാക്കാൻ ലോകത്തിന് പറ്റാത്ത. സ്വോത്രം. കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുന്ന ലാപ്രോസ്കോപ്പി വഴി എത്ര ഇൻഫെർട്ടിലിറ്റി സെന്റർ തിരുവനന്തപുരത്ത് കിടക്കുന്നു. മിനിറ്റ് കൊണ്ട് ഒരു കുഞ്ഞിനെ ഉദരത്തിൽ ഉരുവാക്കാം. പിന്നെ വൈറസ്. അങ്ങനെ ചൈന ഉണ്ടാക്കി. പക്ഷെ ഇതെങ്ങനെ തുറന്നു വന്നു? പറയാം, ശ്രദ്ധയോടെ ഇരിക്കണമേ. ഇതെങ്ങനെ തുറന്നു വന്നു? ചൈനയിലെ ഭരണാധികാരികൾ, ഇന്നത്തെ ചൈനയിലെ ഭരണാധികാരിയുടെ പേരാ ഷീ ജിൻപിങ്. 2019 ഒരു നിയമം കൊണ്ടുവന്നു. എന്താ നിയമം? 18 ഒരു നിയമം. സ്നാനം രാത്രിയിൽ. അതിനുശേഷം ഒരു വീട്ടിൽ പോലും യേശുവിൻ്റെ പടം വെക്കരുത്. പിന്നെ ഒരു ചർച്ചിൽ പ്രസംഗിക്കണമെങ്കിൽ അത് സ്ഥലത്ത് ഏറ്റവും നല്ല ഗവൺമെന്റ് ഉദ്യോഗസ്ഥ ഒപ്പിട്ടിട്ടേ പ്രസംഗിക്കാവൂ. അപ്പം ദൈവം വിചാരിച്ചു ഇത് റെഡിയാക്കണം. സ്വോത്രം. 19 ഒക്ടോബർ മാസത്തിൽ ഒരു പെൺകുട്ടി വുഹാൻ ലാബ്. എങ്ങനെ കൊറോണ ഇറങ്ങി? സ്വോത്രം. എങ്ങനെ കൊറോണ ഇറങ്ങി? വുഹാൻ ലാബിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വൈറസിനെ മാറ്റിയപ്പോൾ അവളുടെ കോട്ടിനകത്ത് ചാടിക്കേറി. പറയാം, നമ്മുടെ കാട്ടാക്കട DDRCയുടെ ലാബുണ്ട്. ഒരു സഹോദരി ഇവിടുന്ന് ടെസ്റ്റ് എടുക്കാൻ പോകും. RBC, WBC, പ്ലേറ്റ്ലെറ്റ് എല്ലാം എടുക്കാൻ പോയാൽ ആദ്യം ഒരു ക്യാനിലെ സിസ്റ്റർ എടുക്കും. എണ്ണ രക്തം എടുക്കാൻ പറയും. ഊരൽ കൈ മുറുക്ക പിടിച്ചോ 2 കൂടെ എടുക്കണം. സ്വോത്രം. 8 ടെസ്റ്റ് ഉണ്ട് ചേച്ചി ഇന്ന്. സ്വോത്രം. അതെടുത്തതിന് ശേഷം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കറക്കുന്ന കണ്ടിട്ടുണ്ടോ? ചായ കറക്കുന്ന പോലെ. സ്വോത്രം. അതുപോലെ ബ്ലഡ് കലർത്തിയെങ്കിലേ കറക്റ്റ് റിസൾട്ട് കിട്ടും.
സെയിം പ്രോസസ്സിങ് വുഹാനിലെ ലാബിൽ നടത്തിയപ്പോൾ പെങ്കൊച്ചിന്റെ ശരീരത്തിനകത്ത് ഈ വൈറസ് കയറി. ഇന്ന് രാത്രി പ്രിയപ്പെട്ട ദൈവമക്കളെ, വുഹാനകത്ത് ഈ വൈറസ് കയറിയത് ജോലി കഴിഞ്ഞ പെൺകുട്ടി വൈകിട്ട് മത്സ്യ മാർക്കറ്റിൽ വന്നപ്പോൾ അവിടെ പുറത്തുനിന്ന് ചാടിയിറങ്ങിയത് ഈ കോവിഡ് വൈറസ്. സന്ധ്യകാലം സ്വത്രം ആരാ കണ്ടുപിടിച്ച? ഇന്ത്യയല്ല കണ്ടുപിടിച്ച, ഇസ്രായേൽ ആരാ? പണ്ട് ചൈന ഒരു പേടകത്തെ മേളിലോട്ട് വിട്ട് നാട്ടുകാരെല്ലാം നിലവിളി, എവിടെ വീഴും എവിടെ വീഴും എവിടെ വീഴും എവിടെ വീഴും. അതെവിടാ വീണ്? മാലി കടലിൽ. ആരോട് പറഞ്ഞു? ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മോഡി സാറിന്റെ ബായ്യ ഈ പേടകം വരുന്നുടനെ മോഡി സാറിനോട് പറഞ്ഞു, സാറെ വിഷമിക്കണ്ട, ചൈനയിലൊക്കെ പേടകം സാറിന്റെ അടുത്ത് വരുന്നില്ല, മാലി കടലിൽ. സ്വത്രം ഇന്ത്യ വാർത്ത പുറത്തു വിട്ടതിന് ശേഷം വിട്ട ചൈന പോലും പറഞ്ഞ പേടകം താഴെന്ന്. സ്വത്രം അവന്റെ ക്യാമറ എത്ര വലുതാ. അവരാണ് ക്ലിയറായിട്ട് പറഞ്ഞത് ഈ കോവിഡ് ഒരു അന്ത്യദിനത്തിലേക്ക്. എന്താ കോവിഡ്? ബൈബിളിലേക്ക് കൊണ്ട് 1-2 വാക്യം വായിച്ച് നിർത്തും. ബാക്കി നാളെ രാത്രിയിൽ ലോകാരംഭം മുതൽ വായിക്കാൻ കുഞ്ഞ്. മത്തായി സുവിശേഷം 24-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യം. മത്തായി 24-21-ാമത്തെ വാക്യം. ലോകാരംഭം മുതൽ ഇന്ന് വരെയും സംഭവിച്ചിട്ടില്ലാത്തതും, ഇൻ ദ ബിഗിനിങ് ഓഫ് ദ വേൾഡ്, ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടം അന്നുണ്ടാകും. കിടക്കുന്ന ഇതിന്റെ പേരാ കോവിഡ്. ലോകത്തിന്റെ തുടക്കം തൊട്ട് ഇന്ന് വരെ സംഭവിക്കാത്തതും ഇനിമേൽ. എത്ര വാക്ക് എല്ലാവരും കേട്ടു? മിണ്ടുന്നില്ലല്ലോ. മാസ്ക്, സാനിറ്റൈസർ, ഹാൻഡ് വാഷ്, അത് കഴിഞ്ഞിട്ട് കീപ്പ് ഡിസ്റ്റൻസ്, ലോക്ക്ഡൗൺ, ക്വാറന്റൈൻ, ഹോട്ട്സ്പോട്ട്, കണ്ടെയ്ൻമെന്റ് സോൺ, PPE, ട്രൂനാറ്റ്, ആന്റിജൻ, RT-PC. ഇത് കേൾക്കാത്ത വല്ലവരും ഉണ്ടോ? സ്വത്രം ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടം. കോവിഡ് എവിടെയും തീർന്നിട്ടില്ല. 3250 ഇന്നും ഉണ്ട്. അതിന്റെ 1-ാമത്തെ പതിപ്പ് നോവൽ കൊറോണ. കോട്ടയം പുഷ്പദാന്റെ ഡിറ്റക്റ്റീവ് അല്ല, പുതിയ വൈറസ് ആയോണ്ടാ നോവൽ കൊറോണ. 2019 ഇറങ്ങിയോണ്ടാ COVID-19. കാട്ടാക്കടയിലെ പുഷ്പൻ ചേട്ടൻ്റെ പിന്നെ എരിയും പുളിയും പോയപ്പം B117 എന്ന് പേരിട്ടു. തീർന്നില്ല. ന്യൂമോണിയക്കായിട്ട് കാരക്കോണത്ത് വെന്റിലേറ്ററിൽ കിടന്നപ്പോൾ കെൻഡെന്നിട്ടു. സ്വത്രം ഒരു വീട്ടിൽ നിന്ന് 4 വീട്ടിലോട്ട് അവൻ ചാടിയപ്പോൾ ശൈലജ ടീച്ചർ പറഞ്ഞു ഡെൽറ്റ. സ്വത്രം അത് കഴിഞ്ഞിട്ട് ഒരാളിൽ നിന്ന് 32ലേക്ക് ഓടിപ്പോന്നു. അവൻ്റെ പേരാ ഒമിക്രോൺ. തീർന്നില്ല. ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ. എല്ലാവരും വിചാരിക്കുന്ന എല്ലാം ശരിയാവുന്നു. സ്വത്രം 4.5 വർഷം ഈ വൈറസ് അന്തരീക്ഷത്തിൽ കിടക്കും. നാളെ ഞാൻ പറഞ്ഞുതരാം. ഈ സിസ്റ്റം മുഴുവൻ പോകണം. അങ്ങനെയെങ്കിൽ എന്താ വേണം? കോവിഡിന്റെ മറവിൽ മനുഷ്യൻ മുഴുവൻ കമ്പ്യൂട്ടറിലേക്ക് വരണം. ഒരുവൻ ഭരിക്കണമെങ്കിൽ. അന്ന് കോവിഡ് കാലത്ത് നമ്മളെല്ലാം ഓൺലൈനിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ? സെക്കരിയ പ്രവചനം 8-ാം അധ്യായം 10-ാമത്തെ വാക്യം വായിച്ചാട്ട് മക്കള്. ഈ കാലത്തിന് മുമ്പേ മനുഷ്യന് കൂലിയില്ല. ആണ്ട് എത്ര പേർക്ക് കൂലിയില്ല? സ്വോത്ര ഇവിടെ കാട്ടാക്കടയും വെള്ളറുടെയും ചെമ്പൂരും എല്ലാം ലോക്ക്ഡൌണിൽ വീട്ടിയിരുന്നില്ലേ? വല്ലവർക്കും കൂലി ഉണ്ടായിരുന്നു? ഒറ്റ പണിയില്ല. സിറ്റിയിൽ ഇറങ്ങാനും വയ്യ. മനുഷ്യന് കൂലിയില്ല. അടുത്തത് മൃഗത്തിന് കൂലിയില്ല. മാറനല്ലൂർ പോങ്ങമൂട് കാട്ടാക്കട റോഡ്, അവിടെ പാല് സംഭരിച്ചുകൊണ്ടിരുന്നത്. ഒറ്റ പശുവിന്റെ പാലും അങ്ങോട്ട് വേണ്ട. തട്ടുകടയില്ല, കടയില്ല. പാലക്കാടും സകലടത്തും മാറനല്ലൂർ കിട്ടിയ പാല് റോഡിൽ ഒഴുക്കി. മിണ്ടുന്നില്ലല്ലോ, സന്തോഷമില്ലല്ലോ. അടുത്ത വാക്ക് വായിക്കാം. പോക്കുവരത്ത് ചെയ്യുന്നവന് വൈരി നിമിത്തം സമാധാനമില്ല. കിടക്കുന്ന അന്ന് തൊട്ട മക്കളെ കരമടയ്ക്കുന്നത് മുഴുവൻ കമ്പ്യൂട്ടറിനകത്തായി. സന്തോഷമില്ലല്ലോ. സ്വോത്രം. ഇപ്പൊ എവിടെ പോകണം? കാട്ടാക്കട വില്ലേജ് ഓഫീസിൽ പോകണോ? അങ്ങോട്ട് ചെന്നാൽ അവർ പറയും വീട്ടിൽ നിന്ന് അടച്ചോ, അല്ല അക്ഷയ പൊക്കോളാം. സ്വോത്രം. ഇന്ന് പെൺപിള്ളാരും ആൺപിള്ളാരും വീട്ടിൽ നിന്ന് കരമടയ്ക്കുക. സ്വോത്രം. കറണ്ട് ബില്ല് ആരടച്ചു? മൊബൈൽ അടിച്ചു. www.kseb.com. വാട്ടർ ബില്ല് ആരടച്ചു? www.water.com. സ്വോത്രം. സകലത് ഓൺലൈനിൽ കൊണ്ടുവന്നു. പോക്കുവരത്ത് ചെയ്യുന്നവന് സ്വസ്ഥതയില്ല. പ്രമാണം പോലും ഇന്ന് ഓൺലൈനിലായി. കോവിഡ് കാലം സിസ്റ്റം മാറി. കണ്ടീഷൻ ചെയ്തതാ കോവിഡ്. ബാക്കി അടുത്ത വാക്ക് വായിച്ചാട്ട് മോളെ. ഞാൻ സകല മനുഷ്യരെയും തമ്മിൽ വിരോധമാക്കിയിരുന്നു. അത് മാത്രമല്ല, കല്യാണം വരെ കമ്പ്യൂട്ടർ നടത്തും. പണ്ട് ഞാൻ ചർച്ചക്കോടിന്റെ കൺവെൻഷന് പ്രസംഗിച്ചപ്പോൾ ആൾക്കാർ ചിരിച്ചു. വരൻ ഉക്രൈനിൽ, വധു പുനലൂരിൽ കമ്പ്യൂട്ടർ കല്യാണം നടത്തി. ദൈവാസമാരെന്ന് കണ്ടാട്ട് വരൻ ഉക്രൈൻ, വധു പുനലൂർ കമ്പ്യൂട്ടർ കല്യാണം. സ്വോത്രം. സകലത് ഓൺലൈനകത്ത് അന്ത്യകാലം. ഇന്ന് രാത്രി സകല മനുഷ്യരും തങ്ങളിൽ വിരോധം. ഇതാ അന്തിമ യുദ്ധം കോവിഡ് കൊണ്ടെത്തിക്ക്. കോവിഡിന്റെ മറവിൽ ലോകം 2 ചേരിൽ. ഒന്നാരായി അമേരിക്ക, കാനഡ,
ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, ബ്രിട്ടൻ ഇവരെല്ലാം ആരെ അടിക്കാൻ റെഡി? ചൈനയെ അടിക്കാൻ റെഡി. യുദ്ധങ്ങളെക്കുറിച്ചും യുദ്ധശ്രുതികളെയും കുറിച്ച് നിങ്ങൾ കേൾക്കും, ചഞ്ചലപ്പെട്ടു പോകരുത്. രണ്ടാം ചേരി റഷ്യ, അത് കഴിഞ്ഞ് ചൈന, ഇറാൻ, ഇറാഖ്, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, 57 ഇസ്ലാമിക രാഷ്ട്രങ്ങൾ റെഡിയായിരിക്കുന്നു. ആരെ അടിക്കാൻ? ഇസ്രയേലിനെ അടിക്കാൻ. ബൈബിൾ അവസാന രാത്രി പറയുമ്പോൾ കാട്ടാക്കടക്കാർ കരയും മൊത്തം. അങ്ങനെ ഒരു ദിനത്തിലേക്ക് ലോകം വരുന്നു. മനുഷ്യൻ 2 ചേരിയിൽ, കോവിഡിൽ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി പറയണോ, ഈ വചനങ്ങൾ നിവർത്തിയാകുമോ? 2600 കൊല്ലം മുമ്പ് ഇരമ്യാവെന്ന് പറയുന്ന ഒരു പ്രവാചകൻ എഴുതി എന്താ കോവിഡ്. ഇരമ്യ പ്രവചനം 25-ാം അധ്യായം അതിന്റെ 31, 32, 33 വാക്യങ്ങൾ. 2 വാക്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കും. ആരവം ഭൂമിയുടെ അറ്റത്തോളം എത്തുന്നു. ആരവം ഭൂമിയുടെ അറ്റത്തോളം എത്തുന്നു. യഹോവയ്ക്ക് ജാതികളോട് ഒരു വ്യവഹാരമുണ്ട്. യഹോവയ്ക്ക് ജാതികളോട് ഒരു വ്യവഹാരമുണ്ട്. അടുത്തത്, അവൻ സകല ജഡത്തോടും വ്യവഹരിച്ച് എല്ലാ മനുഷ്യരുടെ മേലും ഒരു ന്യായവിധി. കോവിഡ് എവിടെ? വായിക്കാം. ദുഷ്ടന്മാരെ വാളിനേൽപ്പിക്കും എന്ന്. വാളിനേൽപ്പിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. യഹോവയുടെ അരുളപ്പാട്. ഒരു കൊടുങ്കാറ്റ്. വായിക്കാം. അടുത്തത്, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യും. ഈ ബൈബിൾ ഉള്ളവരെല്ലാം സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. അനർത്ഥം ജാതിയിൽ നിന്ന് ജാതിയിലേക്ക് പുറപ്പെടും. കിടക്കുന്ന കാസ്റ്റ് ടു കാസ്റ്റ്, ജാതിയിൽ നിന്ന് ജാതി. മറ്റ് പകർച്ചവ്യാധിയല്ല. അമേരിക്കയിലെ വെള്ളക്കാരൻ, ചൈനക്കാരൻ, കുങ്കു കിങ്കു, അത് കഴിഞ്ഞിട്ട് അറബി, മലയാളി, തമിഴൻ, എവിടം തൊട്ട് എവിടം വരെ വേൾഡിൽ കാസ്റ്റ് ടു കാസ്റ്റ്. അടുത്ത വായിച്ചാട്ട് മോളെ, ഈ അനർത്ഥം ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്ന് വലിയ കൊടുങ്കാറ്റ് ഇളകി വരും. ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്നൊരു കൊടുങ്കാറ്റ്. എന്താ? ഈ മഹാവ്യാധിയാണ്. പ്രവചനത്തിൽ ഇരമ്യാവിനോട് കാണിക്കുന്നു, ഒരു കൊടുങ്കാറ്റ് ഇളകി വരുന്നു. എവിടുന്ന? അമേരിക്കയിലെ വടക്കേറ്റത്തെ കടപ്പുറ ഓഹിയോ, അവിടെ മുതൽ എവിടെ ഇറങ്ങി? കന്യാകുമാരി, തേങ്ങാപട്ടണം വരെ ഇറങ്ങിക്കഴിഞ്ഞു ഈ കൊടുങ്കാറ്റ്. അടുത്ത വാക്യം, അന്നാളിൽ യഹോവയുടെ നിഹതന്മാർ. അന്നാളിൽ യഹോവയുടെ നിഹതന്മാർ ഭൂമിയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ വീണ് കിടക്കും. കണ്ടില്ലേ? അമേരിക്കയിലെ കാശുള്ള അച്ചായൻ ന്യൂയോർക്കിലെ അച്ചായൻ വരെ വീണ് കിടക്കുന്നു. സ്വോത്രം. തിരുവനന്തപുരം ജില്ലയിൽ 800 രാത്രി ഞാൻ പ്രസംഗിച്ച് കഴിഞ്ഞതാ. സ്വോത്രം. കഴിഞ്ഞ ദിവസങ്ങളിൽ ആമച്ചലും പൂവച്ചലുമായിരുന്നു. അടുത്ത അന്തിയൂർക്കോണം, ആറയൂരുമാ. സ്വോത്രം. പ്രിയപ്പെട്ട ദൈവമക്കളെ, മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. കോട്ടയിട്ട അച്ചായന്മാർ എവിടെ കടന്ന്? വഴിയരികെ കടന്ന്. സ്വോത്രം. അമേരിക്കയിൽ ഒരു പുള്ളി എന്നെ വിളിച്ചതാ, പാസ്റ്റർ എൻ്റെ ഒരു റിലേറ്റീവിന് ഒരു വെന്റിലേറ്റർ തിരുവനന്തപുരത്ത് കിട്ടും, മൊത്ത വില ഞാൻ കൊടുക്കാമെന്ന്. സ്വോത്രം. ഞാൻ പറഞ്ഞ അര കിട്ടുമെങ്കിൽ നമ്മുടെ പരിചയത്തിൽ ആരെങ്കിലും കൊടുത്തതിന് വില മൊത്തം വെന്റിലേറ്ററിന്റെ കൊടുക്കാമെന്ന്. സ്വോത്രം. വെന്റിലേറ്റർ വിലക്കെടുത്തോളാം ആശുപത്രിയില്ല. കാശില്ല, കാശുണ്ട്, വെന്റിലേറ്റർ കിട്ടാനില്ല. കണ്ടില്ലേ? ആരവം ഭൂമിയുടെ അറ്റത്ത് നിന്ന് കൊടുങ്കാറ്റ്. ചൈനയിലെ ആയിരക്കണക്കിന് ബിസിനസ്സുകാർ കിടന്നില്ലേ? ഇവിടുത്തെ ഡെഡ് ബോഡി എവിടെ പോയി? ഗംഗാ നദിയിൽ കൂടെ ഒഴുക്കി വിട്ടു. മിണ്ടില്ലല്ലോ. അടുത്ത വാക്കൊന്ന് വായിച്ചാട്ട് മോളെ. അവരെ കുറിച്ച് ആരും വിലപിക്കുകയില്ല. അന്ന് ചരമപ്പാട്ടുണ്ടോ? ലോകെ ഞാൻ എന്നെ ഓട്ടം തികച്ചുണ്ടായിരുന്നു, ആശ്വാസമേ തിങ്ങുമേ ഉണ്ടായിരുന്നു. സ്വോത്രം. അവർ വായിച്ചാട്ടെ. അവരെ എടുത്ത് കുഴിച്ചിടുകയില്ല. അവരെ എടുത്ത് കുഴിച്ചിടാൻ പോലും ആളില്ലാതായി. അഥവാ നിത്യപ്രവർത്തിക്കാർ ബറിയേഷ് വന്ന് കുഴിച്ചിട്ടൊരു കാലം ഇവിടെ കണ്ടെങ്കിൽ, ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, നാം പ്രതീക്ഷിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ അടുക്ക വാതിൽക്കലായി. ഇന്ന് രാത്രി പൂഞ്ഞാങ്കോട് ഇത് ചെയ്യേണ്ടത്. ഉറക്കത്തിൽ നിന്നുണരുവാൻ നാഴിക വന്നിരിക്കുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഇന്ന് രാത്രി നീ ഒരുങ്ങിക്കൊള്ളുക. സ്വോത്രം, 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 സ്വോത്രം. ഇന്ന് രാത്രി മനസ്സിലാക്കിക്കോ, ഇനി വരാൻ പോകുന്ന മഹാവ്യാധിക്ക് ഏത് വാക്സിൻ കൊടുക്കും? നാളെ നേരത്തെ തുടങ്ങും. 2 കാര്യം കൂടെ പറഞ്ഞ് നിർത്താം. ഇന്ന് 9 വാക്സിനാ വിപണിയിൽ. അതിലൊന്ന് കോവാക്സിൻ, 2 കോവിഷീൽഡ്, അത് കഴിഞ്ഞിട്ട് വരുന്നത് സ്പുട്നിക്, അത് കഴിഞ്ഞ് ഓക്സ്ഫോർഡ്, അത് കഴിഞ്ഞ് എക്സോ CD24, അത് കഴിഞ്ഞ് സിനാവി, അത് കഴിഞ്ഞ് ഫൈസർ, മെഡോണ. ഒരുത്തനെ കാണാനില്ല. ആ വാക്സിന്റെ പേരാ ജോൺസൺ ആൻഡ് ജോൺസൺ. അങ്ങനെയെങ്കിൽ ആ വാക്സിൻ കമ്പനി ആരെടുത്തു? മൈക്രോസോഫ്റ്റിന്റെ തലവൻ ബിൽ ഗേറ്റ്സ് എടുത്തു. സ്വോത്രം. ഇന്ന് പത്രങ്ങളിൽ പറയുന്നു, ബിൽ ഗേറ്റ്സ് പറയുന്ന ഒരു കാര്യമുണ്ട്, കോവിഡ് ഇവിടം കൊണ്ടും തീരത്തില്ല, ഇനിയും വാക്സിനേഷൻ നടത്തിയേ പറ്റൂ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറഞ്ഞ 2 വാക്സിൻ എടുക്കുമ്പോൾ നമുക്ക് ഇന്ന് മോഡി സാറിന്റെ പേരിലുള്ള ഒരു വാക്സിനേറ്റഡ് സർട്ടിഫിക്കറ്റ് എങ്കിൽ, ഇന്ന് രാത്രി ജോൺസൺ ആൻഡ് ജോൺസൺ മൈക്രോസോഫ്റ്റ് എടുത്തെങ്കിൽ, ഇനി വരുന്ന വാക്സിൻ എടുത്താൽ കൈമേലും നെറ്റിമേലും മുദ്ര വരാൻ കാലമായി. ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കളെ, സർപ്പം ഹവ്വയെ
ഉപായത്തിൽ ചതിച്ചതുപോലെ കോവിഡിന്റെ മറവിൽ യേശു പറഞ്ഞു അവനടുക്ക വാതിൽക്കൽ. ഇന്നത്തെ സാമ്പത്തിക മണ്ഡലം തകരുന്നു. കിറ്റ് കൊടുക്കാൻ ആരക്കിട്ട്, ഈ കോവിഡിനകത്ത് ആരക്കിട്ട്, ഇന്ത്യയിലെ കലാപം ആര് നിയന്ത്രിക്കുക, ശ്രീലങ്കയിലെ ക്ഷാമം ആര് നിയന്ത്രിക്കുക, കേന്ദ്രത്തിലെ പ്രശ്നം ആര് നിയന്ത്രിക്കുക, ഇനി വരാൻ പോകുന്ന മഹാവ്യാധിക്കകത്ത് ആരൊരു വാക്സിൻ കൊടുക്കുക. അപ്പോൾ ആ ബിൽ ഗേറ്റ്സ് പറയുന്നു ഞങ്ങൾ കൊടുക്കുക. പക്ഷേ മോഡി സാറിന്റെ തല സർട്ടിഫിക്കറ്റ് വേണ്ട. കൈക്കകത്ത് ഒരു മുദ്ര വെക്കാൻ കാലമായി. ഇന്ന് രാത്രി അകത്തളത്തിനകത്ത് പരിശുദ്ധാത്മാവ് ഗേമിക്കുന്ന ദൈവമക്കൾ പറയണം എല്ലാറ്റിൻ്റെയും അവസാനം വന്നിരിക്കുന്നു. ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവർ നിർമ്മതരുമായിരിപ്പേ. നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. തുടങ്ങിയത് വെളിപ്പാട്, വാൾ, ക്ഷാമം, ഭൂകമ്പം, മഹാവ്യാധി. തീർന്നില്ല. അതിനുശേഷം ലൂക്കോസ് യേശു പറഞ്ഞു എന്താണെന്നറിയാമോ, അവിടെ ക്ഷാമവും ഭൂകമ്പവും മഹാവ്യാധി. രണ്ട് വാക്കുകൊണ്ട് നിർത്താൻ ബാക്കി നാളെ. എസക്കേൽ 14, 21, 22 ഈ വചനം ഇന്ന് രാത്രി എല്ലാവരും നോട്ട് ചെയ്യണം. നിങ്ങൾക്ക് വേണ്ടിയാ ഈ വചനം പറയുന്നത്. എസക്കേൽ 14, 21, 22 വായിച്ചാട്ട് കുഞ്ഞെ. എസക്കേൽ പ്രവചനം 14, 21, 22 ബാക്കി. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ യെരൂശലേമിൽ നിന്ന് മനുഷ്യരെയും മൃഗങ്ങളെയും ഛേദിച്ചു കളയേണ്ടതിന് വാൾ, നമ്പർ 1 വാൾ, ക്ഷാമം, ദുഷ്ടമൃഗം, കാട്ടുമൃഗം, മഹാമാരി, കോവിഡ് വൈറസ് എന്നിങ്ങനെ അനർത്ഥകരമായ ന്യായവിധികൾ 4 കൂടെ അയച്ചാലോ. ന്യായമായിട്ട് ഇന്ന് രാത്രി ചിന്തിക്കണം. ഇത് 4 കണ്ട ഒരു തലമുറയല്ലേ ഇവിടെ ഇരിക്കുന്നത്. വാൾ കണ്ടില്ലേ, ക്ഷാമം കണ്ടില്ലേ, മഹാവ്യാധി കണ്ടില്ലേ, കാട്ടുമൃഗങ്ങളെ കണ്ടില്ലേ. ഇത് 4 കണ്ട തലമുറ. അതിന്റെ നടുവിൽ ഒരാശയം. അതിനു വേണ്ടിയ പ്രസംഗം വായിക്കാം. എന്നാൽ പുറപ്പെട്ടു പോരുവാനുള്ള പുത്രന്മാരും പുത്രിമാരുമായ ഒരു രക്ഷിതഗണം അതിൽ ശേഷിച്ചിരിക്കുന്നു. കരമുയർത്തിയാട്ട് ആ മക്കളാ ഇന്ന് രാത്രി പൂഞ്ഞാങ്കോട് ഗ്രൗണ്ടിൽ ഇരിക്കുന്നത്. എന്നാൽ പുറപ്പെട്ടു പോരാനുള്ള പുത്രിമാരും പുത്രന്മാരുമായ ഒരു രക്ഷിതഗണത്തെ ഇന്ന് രാത്രി ഞാൻ അതിനകത്ത് ശേഷിപ്പിച്ചിരിക്കും. ഇനി കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് ഞാൻ ആകാശത്തെയും ഞാൻ ഭൂമിയെയും ഞാൻ കരയെയും കടലിനെയും ഇളക്ക സകല ജാതികളും കോവിഡിനകത്ത് ഇളകിയെങ്കിൽ ഇന്ന് രാത്രി പൂഞ്ഞാങ്കോട് പറയണം സകല ജാതികളുടെയും മനോഹര വസ്തു ഈ തലമുറയിൽ വരും. പൂഞ്ഞാങ്കോട് യേശുക്രിസ്തു പെന്തക്കോസിന്റെ ദൈവമല്ല, യേശുക്രിസ്തു CSIയുടെ ദൈവമല്ല, യേശുക്രിസ്തു മർത്തോമയുടെ ദൈവമല്ല. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്ക് ഇന്ന് രാത്രി അതിനു വേണ്ടിയാ പൂഞ്ഞാങ്കോട് ഈ യോഗം വെച്ചിരിക്കുന്നത്. ഇന്ന് രാത്രി അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്ക് ഇന്ന് രാത്രി ദൈവമക്കളാകുക സ്വർഗത്തിലെ ദൈവം അധികാരം കൊടുത്തു. അതുകൊണ്ട് യോഹന്നാൻ പറഞ്ഞത് ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. പെന്തിക്കോസിന്റെ പാപമല്ല, മാർത്തോമയുടെ പാപമല്ല, ജനിച്ച മനുഷ്യന്റെ സകല പാപത്തിന്റെ പരിഹാരത്തിന് രക്തം ചിന്താതെ രക്തത്തിന് വിമോചനമില്ല. CPMന്റെ സംസ്ഥാന സമ്മേളനം പാലക്കാട് നടക്കുമ്പോൾ അവർ പറയും രക്തസാക്ഷികൾ സിന്ദാബാദ്, രക്തസാക്ഷികൾ സിന്ദാബാദ്. BJPയുടെ സംസ്ഥാന സമ്മേളനം കോട്ടയത്ത് നടക്കുമ്പോൾ അവർ പറയും ബലിദാനികൾ, ബലിദാനികൾ. അങ്ങനെയെങ്കിൽ സകല പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഒരു കുഞ്ഞാട് അറുക്കപ്പെടണം. ആ കുഞ്ഞാടിനെ ഇന്ന് രാത്രി ഞങ്ങൾ ഉയർത്തുന്നത്. ആ കുഞ്ഞാടിന്റെ പേര് യേശു ക്രിസ്തു. അവൻ അതാ പറഞ്ഞ ഞാൻ തന്നെ വഴി, ഞാൻ തന്നെ സത്യം, ഞാൻ തന്നെ ജീവൻ. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഇന്ന് രാത്രി കൊട്ടാരമായാലും മരണം കടന്നു വരും. കോട്ടയ്ക്കകത്ത് മൃത്യു നിന്നെ പിടിക്കുക. ഇന്ന് രാത്രി കാട്ടാക്കട ഞങ്ങൾ കേൾക്കുന്ന, പൂഞ്ഞാങ്കോട് കേൾക്കുന്ന, കട്ടക്കോട് കേൾക്കുന്ന ദൈവമക്കള് ഇന്ന് രാത്രി നീ മരിച്ചാൽ നിന്റെ നിത്യത എവിടെ? അതുകൊണ്ട് ഞങ്ങൾക്ക് ഉറപ്പായിട്ടും പറയാം കല്ലറയ്ക്കപ്പുറത്ത് ഒരുവൻ വരാൻ പോകുന്നു. മരിച്ചവരിൽ ആദ്യമല കറ്റ ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു രാജാക്കന്മാരുടെ രാജാവായി. പൂഞ്ഞാങ്കോടെന്ന് കേട്ടാട്ട് എത്ര പേര് മരിച്ചു? ലോകത്തിൽ 1.5 കോടി. തീർന്നില്ല. അമേരിക്കയിൽ 10 ലക്ഷം, ഇന്ത്യ 9, അത് കഴിഞ്ഞിട്ട് പിന്നെ ബ്രസീൽ 10, കൊച്ചു കേരളത്തിൽ 68,000 പേർ കോവിഡിൽ മരിച്ചു. സ്വോത്രം. ഇന്ന് നാം ആയിരിക്കുന്നത് വാക്സിനാണോ? വാക്സിൻ നല്ല തെറ്റല്ല, മഞ്ഞപ്പൊടിയാണോ? ഇന്ന് രാത്രി നാം ആയിരിക്കുന്നത് ദൈവകൃപയാ. കൺവെൻഷൻ കേട്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. സ്വോത്രം.
ഈ കോവിഡ് കണ്ടിട്ടെങ്കിലും നമ്മുടെ ജീവിതത്തെ ഒന്ന് പുതുക്കണം. അതിനുവേണ്ടി ഈ യോഗം വായിക്കാം. ലൂക്കോസ് 13:6-7-8 ഇന്ന് രാത്രി അവസാനിപ്പിക്കാം. ബാക്കി നാളെ ലൂക്കോസ് 13:6-7-8 വാക്യങ്ങൾ. അവൻ ഈ ഉപമയും പറഞ്ഞു, യേശു ഈ ഉപമയും പറഞ്ഞു. ഒരുത്തന് തന്റെ മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്ന ഒരു അത്തിവൃക്ഷമുണ്ടായി. ഇസ്രായേലിനോടുള്ള ബന്ധം, മുന്തിരിത്തോട്ടത്തിൽ ഒരിക്കലും അത്തി വരത്തിൽ എങ്ങനെയോ വന്ന് പെട്ടുപോയത്. അടുത്തത്, അവൻ അതിൽ ഫലം തിരഞ്ഞു വന്നു, കണ്ടില്ലതാനും. സ്വർഗം നോക്കി, ഇതിനകത്ത് യാതൊരു ഫലവുമില്ല. അടുത്ത വാക്യം, അവൻ തോട്ടക്കാരനോട് ഞാനിപ്പോൾ 3 സംവത്സരമായി ഈ അത്തിയിൽ ഫലം തിരഞ്ഞു വരുന്നു. ഞാനിപ്പോൾ 3 സംവത്സരമായി ഈ അത്തിയിൽ ഫലം തിരഞ്ഞു വരുന്നു. കാണുന്നില്ല. അതിനെ വെട്ടിക്കളക, അത് നിലത്തെ നിഷ്ഫലമാക്കുന്നത് എന്തിന്? കോടാലി കൊണ്ട് അതിനെ വെട്ടിക്കോ, കാട്ടാക്കടയിൽ നിന്നിട്ട് നിഷ്ഫലമാക്കുന്നത് എന്ത്? അപ്പോൾ ഇടിവിൽ നമ്മുടെ നാഥൻ ബഹുമാന്യനാം ആചാര്യനായി വാനിൽ അവൻ വാഴുകയാൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പക്ഷപാതം ചെയ്യുന്നു. പറഞ്ഞാട്ടെ അടുത്ത വാക്ക്. അതിന് അവൻ കർത്താവേ ഞാൻ അതിന് ചുറ്റും കിളച്ച് വളം ഇടുവോളം 1 വർഷം, വായിച്ച മോളെ, ഈ ആണ്ടും കൂടെ നിൽക്കട്ടെ. സന്തോഷമില്ലല്ലോ. അടുത്തത്, മേലാൽ അത് കായ്ച്ചെങ്കിലോ ഇല്ലെങ്കിൽ വെട്ടിക്കളയാം. ഇന്ന് രാത്രി ചങ്കത്ത് കൈവച്ച് പറയണം, അടുത്ത വീട്ടിൽ അച്ചായന് എവിടെ കൊണ്ടുപോയി മണ്ണെണ്ണ ഒഴിച്ച് തീ പറ്റിച്ചു. സ്വോത്രം. കോവിഡ് വന്ന അടുത്ത വീട്ടിലെ ചേച്ചിയെ 12 അടി ജഡം പോലും കാണാതെ കുഴിച്ചടുക്കി. സ്വോത്രം. നീ പോകാതിരുന്നത് നിന്റെ കുടുംബത്തിൻ്റെ പാരമ്പര്യമല്ല. നീ മരണപ്പെട്ടിക്കകത്ത് കയറാതിരുന്നത് വാക്സിൻ്റെ വലിപ്പമല്ല. ഒരു പക്ഷേ നിന്റെ ജഡ സെമിത്തേരി വീഴാതിരുന്നത് കുറച്ച് മഞ്ഞപ്പൊടിയോ ഇഞ്ചിച്ചാറിൻ്റെയോ വെള്ളത്തിൻ്റെ പവറല്ല. ഇന്ന് രാത്രി നിന്നെ കണ്ട ഒരു കരമുണ്ട്, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ. സന്തോഷമില്ലല്ലോ. 1 വർഷവും കൂടി നിൽക്കട്ടെ, 1 വർഷവും കൂടി നിൽക്കട്ടെ. ഇടിവിൽ എൻ്റെ യേശു പറഞ്ഞത് കൊണ്ടാ ഇന്ന് രാത്രി നാം നിൽക്കുന്നത്. കുഞ്ഞേ, മാനസാന്തരത്തിന് തക്ക യോഗ്യഫലം ഇനിയും കായ്ച്ചില്ലെങ്കിൽ ദൈവത്തിൻ്റെ ശിക്ഷാവിധിക്ക് വേണ്ടി നീ പാത്രമാകും. ഇന്ന് രാത്രി വിളിച്ചു പറയണം, തോട്ടക്കാരൻ പറഞ്ഞതുപോലെ കിളയ്ക്കാം, വളമിടാം. സ്റ്റേജിൽ പ്രസംഗിക്കാനല്ല, സഭയെ തമ്പേറടിക്കാനല്ല. എൻ്റെ ആയുസ് തീരുന്നതിന് മുമ്പ് ഒരു വ്യക്തിയോടെങ്കിലും യേശുവാകുന്ന രക്ഷയെപ്പറ്റിയുള്ള ദൂത് പറയുവാൻ ഇന്ന് രാത്രി സ്വർഗം എന്നെ ഒന്ന് വാർത്തെടുക്കണമെന്ന് അകത്തളത്തിനകത്ത് ആര് ഹല്ലേലൂയ ഇന്ന് രാത്രി ഒരു തീരുമാനമെടുക്കും. കാലം തീരാറായി, കാന്തൻ വരാറായി, സമയം അധികമില്ല. രക്ഷയെ നഷ്ടപ്പെടുത്തരുത്. അമേരിക്കയിലെ ഏറ്റവും നല്ല വിശ്വാസിയായിരുന്നു ആൻഡ്രൂ ജാക്സൺ. അദ്ദേഹം അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരുന്നു. ഒരു ചെറുപ്പക്കാരൻ 2 പേരെ കൊന്നു. അവൻ്റെ പേര് ജോർജ് വിൽസൺ. അമേരിക്കയിലെ ഫെഡറൽ കോർട്ട് എന്താ പറഞ്ഞതെന്ന് പറയാമോ? അവന് കിട്ടിയ തൂക്കുമര. അവൻ്റെ അപ്പനും അമ്മയും ദൈവത്തെ പ്രിയപ്പെട്ടവരായിരുന്നു. അവർ ഫെഡറൽ കോർട്ടിൽ പോയി. ജഡ്ജി പറഞ്ഞു, ഇല്ല, അവന് തൂക്കുമരം, കൊലപാതകിയ. ആൻഡ്രൂ ജാക്സന്റെ മുൻപിൽ പോയി പറഞ്ഞു, സാറേ, ഞങ്ങളുടെ മോന് 35 വയസ്സേ ഉള്ളൂ, അറിയാതെ 2 പേരെ കൊന്നുപോയതാ. അവൻ ഇനി നല്ല കുഞ്ഞായി ജീവിക്കും. അദ്ദേഹം ഒരു ദൈവവിശ്വാസിയായിട്ട് പറഞ്ഞു, ഞാനൊരു പേപ്പർ തരാം. 1, ജയിലിലെ സൂപ്രണ്ട് നല്ല നടപ്പ് തരണം. 2, അവൻ ഒപ്പിട്ട് തരണം. പുറത്തിറങ്ങിയാൽ ഞാൻ നല്ലതുപോലെ ജീവിക്കാം. അപ്പനും അമ്മയും ഈ പേപ്പർ മേടിച്ചു. ജയിലിലേക്ക് ഓടി. സൂപ്രണ്ടിനോട് പറഞ്ഞു, സാറേ, കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടു, ഞങ്ങളുടെ മോന് വിടുതലിൻ്റെ ഹർജി റെഡിയായി. അപ്പനും അമ്മയും ഈ ഹർജി എന്തോ ചെയ്തു കൊടുത്തപ്പോൾ സൂപ്രണ്ട് പറഞ്ഞു, ഫസ്റ്റ് നിങ്ങൾ കൊണ്ടുപോയി കുഞ്ഞിനെ കൊണ്ട് ഒപ്പിടിപ്പിക്കുക. ആ ഒപ്പ് എൻ്റെ കയ്യിൽ വരുമ്പോൾ ഞാൻ ഒപ്പിട്ട് തരും. അത് പ്രസിഡന്റിന് കോർട്ട് ചെല്ലുമ്പോൾ റിലീസ് ഓർഡർ അതുമായിട്ട് ഈ കുഞ്ഞിനെ കൊണ്ടുപോകാം. അപ്പനും അമ്മ ഓടിച്ചെന്ന് മോൻ സെല്ലിനകത്ത് കിടക്കാം. മോനെ, നമ്മുടെ പ്രാർത്ഥന ദൈവം കേട്ടു, നിനക്ക് വേണ്ടി ദയാ ഹർജിയിൽ പ്രസിഡന്റ് ഒപ്പിട്ടു. അവനത് മേടിച്ചതിന് ശേഷം വായിച്ചിട്ട് പച്ചയ്ക്ക് അത് വലിച്ചു കീറിക്കളഞ്ഞു. സ്വോത്രം. അപ്പനും അമ്മയും നിലപിടിച്ചു. സൂപ്രണ്ട് ഓടി വന്ന്, അയ്യോ, അവൻ്റെ വിടുതലിൻ്റെ ഹർജി അവൻ കീറിക്കളഞ്ഞു. സ്വോത്രം. സൂപ്രണ്ട് പറഞ്ഞു, ഇനി രക്ഷയില്ല. ഇവർ 2ാമത് ഒരിക്കൽ കൂടി ഫെഡറൽ കോർട്ടിനകത്ത് പോയി. ഫെഡറൽ കോർട്ടിലെ ജഡ്ജി പറഞ്ഞു, ഞാൻ നിരസിച്ചപ്പോൾ നിങ്ങളുടെ കണ്ണുനീര് കണ്ടിട്ട് ആ പ്രസിഡന്റ് ഒരു ദയാഹർജി എന്നെങ്കിൽ അത് വലിച്ചു കീറിയെങ്കിൽ ഇനി അവന് രക്ഷയില്ല, അവന് തൂക്കുമരമാ. ഇന്ന് രാത്രി വചനം കേൾക്കണം. ഒരിക്കൽ മരിക്ക്, പിന്നെ ന്യായവിധി മനുഷ്യർ
ശുശ്രൂഷകർക്ക് നിയമിച്ചിരിക്കുന്നു. കുഞ്ഞ് SSLC തോറ്റാൽ ഒരു പ്രാവശ്യം കൂടെ പരീക്ഷ എഴുതാം, ഡിഗ്രി തോറ്റാൽ വീണ്ടും എഴുതാം, എഞ്ചിനീയറിംഗ് തോറ്റാൽ വീണ്ടും എഴുതാം. പക്ഷേ ജീവിതം തകർന്നാൽ ഇനി നിനക്കൊരു മറ്റൊരു വഴിയില്ല. അങ്ങനെയെങ്കിൽ ഈ ഓട്ടക്കളത്തിൽ നിനക്ക് ജീവിക്കുവാൻ ഇന്ന് രാത്രി ഞങ്ങൾ ഒരു വ്യക്തിയെ പരിചയപ്പെടുത്താം. അവൻ്റെ പേരാ ഞങ്ങൾ ഉയർത്തുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു. ഇന്ന് രാത്രി കാട്ടാക്കട കേൾക്കട്ടെ. പറയാമോ, തൃശ്ശൂർ ജയിലിനകത്ത് 2 മിനിറ്റ് വൈകിയെങ്കിലും വചനത്തിൻ്റെ ഉൾക്കാമ്പ് ഇന്ന് രാത്രി ചലിക്കുന്നുണ്ട്. തൃശ്ശൂർ ജയിലിനകത്ത് ഒരിക്കൽ ഞാൻ അവിടെ APCയുടെ കൺവെൻഷൻ പോയപ്പോൾ ജയിൽ സന്ദർശനം. അങ്ങനെ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ അവിടെ മറഞ്ഞു നിൽക്കുന്നു. അവന് ബൈബിൾ കൊടുക്കാൻ നോക്കി. അവിടുത്തെ പോലീസുകാർ ഒരെണ്ണമെങ്കിലും കൊടുത്ത് രക്ഷപ്പെടാൻ. അവനെ വിളിച്ചിട്ട് കേൾക്കുന്നില്ല. അവസാനം ആ ചെറുപ്പക്കാരനെ തട്ടി വിളിച്ച പറഞ്ഞു, എനിക്ക് തൂക്കുകയർ മതി. ഞാൻ ചോദിച്ചു, എന്താ തൂക്കുകയർ? അപ്പോൾ അവൻ പറഞ്ഞു, സാറേ ഞാൻ മരണയോഗ്യനാ. നല്ലൊരു ചെറുപ്പക്കാരനായിരുന്നു. അവൻ്റെ ഭാര്യ ഒന്ന് മരിച്ചു. അവൻ 6 വയസ്സുള്ളൊരു മകളുണ്ടായിരുന്നു. അവൻ വേറൊരു പെൺകുട്ടിയായിട്ട് സ്നേഹബന്ധത്തിൽ 2 വർഷമായി ബന്ധം തുടർന്നപ്പോൾ പെൺകുട്ടി പറഞ്ഞു, നിന്റെ ഭാര്യ ഞാൻ ആയിക്കോളാം, പക്ഷെ നിന്റെ മകളെ നീ കൊല്ലണം, ഭൂമിയിൽ വെച്ചേക്കരുത്. സ്വോത്രം. അവൻ ചെയ്ത പരിപാടി എന്തുവാ? 8 വയസ്സുള്ള കുഞ്ഞിന് തൃശ്ശൂരിൽ നിന്ന് ബൈക്ക് കയറ്റി തലേന്ന് നല്ല ഭക്ഷണം കൊടുത്തു. മക്കളെ, അവൻ കൊണ്ടുവന്ന് പീച്ചി ഡാമിൽ കുഞ്ഞിന് നല്ല ഐസ്ക്രീം കൊടുത്തു. 8 വയസ്സുള്ള കുഞ്ഞിനെ പാറയ്ക്കകത്ത് ഇരുത്തിയിട്ട് കഴുത്തിനകത്ത് തോർത്തിട്ടപ്പോൾ കുഞ്ഞു ചോദിച്ചു, പപ്പാ എന്തിനാ എൻ്റെ കഴുത്തിൽ തോർത്തിടുന്നത്? മോളെ സ്നേഹം കൊണ്ടിടുകയാ. മോള് മൊബൈൽ നോക്കിക്കോ, ദൂരെ അരുവി ഒഴുകുന്നു. ഈ കുഞ്ഞ് മൊബൈൽ നോക്കി ഫോട്ടോ എടുക്കുമ്പോൾ ഈ നരാധമൻ ആ 8 വയസ്സുള്ള കുഞ്ഞിന് പാറപ്പുറത്ത് ആരും കാണാതെ കഴുത്ത് ചരിച്ച് കൊന്ന്. പപ്പ പപ്പ എന്ന് അവളുടെ നിലവിളി പോലും കേട്ടില്ല. ആ കുഞ്ഞിനെ തള്ളി താഴെ ഇട്ടവൻ ബൈക്ക് സ്റ്റാർട്ടായി പോയി. പക്ഷേ പോലീസ് കണ്ടുപിടിച്ചു. കിട്ടിയ ചിട്ട എത്ര? 14 വർഷം. സ്വോത്ര. അവൻ ആ ജയിലിനകത്ത് കരഞ്ഞിട്ട് പറഞ്ഞു, സാറേ ഞാൻ മരണയോഗ്യനാ. ഞാൻ പറഞ്ഞു, നീ മരണയോഗ്യനല്ല, നിന്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അവൻ എന്നോട് ചോദിച്ചൊരു ചോദ്യം, ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ കുഞ്ഞിനെ ഞാൻ കഴുത്ത് ഞെരിച്ച് കൊന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ആ കുഞ്ഞ് നിത്യതയെ കാണും. നീ അവിടെ ചെല്ലുമ്പോൾ ഏത് സഭയാകട്ടെ സമുദായമാകട്ടെ, ആ കുഞ്ഞിന് ഒരു കുറ്റമില്ലാത്ത കുഞ്ഞാ, അതവിടെ കാണും. പക്ഷെ നീ അവിടെ പോകണമെങ്കിൽ ഞങ്ങൾ പറയുന്ന വഴിയെ പോകണം. സ്വോത്രം. അവിടെ വെച്ച് അവൻ്റെ മുമ്പിൽ പറഞ്ഞു, മറ്റൊരുത്തനിലും ഇനി രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴ് ഭൂമിക്ക് മുകളിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏകനാമം യേശുവിൻ്റെ നാമം. ഈ ബൈബിൾ അവിടെ വെച്ച് കൊടുത്തു. 14 വർഷം ശിക്ഷയേറ്റവൻ ഇതുവരെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല. അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, അവൻ മര്യാദയ്ക്ക് ജീവിക്കുന്നു. ഇത് വായിച്ചപ്പോൾ ഇന്ന് രാത്രി സഹോദര, പൂഞ്ഞാങ്കോട് ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവര്, ജീവിതം ഒന്നേ ഉള്ളൂ. കോവിഡുകാരത്ത് ആരൊക്കെ പോയി? SP ബാലസുബ്രഹ്മണ്യം പോയില്ലേ? കവി അനിൽ പനച്ചൂരാൻ പോയില്ലേ? കോൺഗ്രസിന്റെ അഹമ്മദ് പട്ടേൽ പോയില്ലേ? എത്ര പേരായി കോവിഡ് കാലത്ത് പോയത്? അതിൻ്റെ നടുവിലും കർത്താവിനെ നിലനിർത്തിയെങ്കിൽ മാനസാന്തരത്തിന് യോഗ്യമായ ഒരു ഫലം കായ്പാൻ ഇന്ന് രാത്രി എന്നെ തന്നെ സമർപ്പിക്കുന്നുണ്ട്. ആര് സമർപ്പിച്ചു കൊടുക്ക്? ഒരിക്കൽ അവൻ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി 2 കള്ളന്മാരുടെ നടുവിൽ പരമയാഗമായെങ്കിൽ ഇനി പാപം കൂടാതെ കാത്തു നിൽക്കുന്ന തൻ്റെ മക്കളുടെ രക്ഷയ്ക്കായി എൻ്റെ നാഥൻ മധ്യാകാശത്തിൽ വരും. ആത്മാവ് സഭകളോട് പറയുന്നത് ഇന്ന് രാത്രി ചെവിയുള്ളവൻ പൂഞ്ഞാങ്കോട് കേൾക്കട്ടെ. ഇതോ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. എൻ്റെ ശബ്ദം കേട്ട് ആരെങ്കിലും വാതിൽ തുറന്നാൽ ഇന്ന് രാത്രി ഞാൻ അവനോടും അവൻ എന്നോടും. 28 മാസമായി നാം ഒന്ന് ആരാധിച്ചിട്ട് ശക്തിയോടെ ഉണർവോടെ. ഒരു പക്ഷിക്ക് 2 ചിറകുണ്ട്. ഒരു ചിറകുള്ള പക്ഷി അന്തരീക്ഷത്തിൽ പറന്നിട്ടില്ല. അങ്ങനെയെങ്കിൽ ഒരു ചിറകിൽ വചനം, മറുചിറകിൽ ആരാധന. നാളെ രാത്രി വിശുദ്ധ വെളിപ്പാട് പുസ്തകം ഇതിൻ്റെ 2ാം ഭാഗം. അടുത്ത ദിവസം റഷ്യ ഇസ്രയേൽ യുദ്ധം, എസെക്കിയേൽ പ്രവചനം. ഇതായിരിക്കും കൃത്യം 7:40 മെസ്സേജ് തുടങ്ങും. ഞാൻ ഒരു വ്യക്തികളെയും കുറ്റം പറയത്തില്ല. ഞങ്ങളുടെ ആഗ്രഹം ഈ ചർച്ചിനകത്ത് ആൾ വരണമെന്നല്ല, പൂഞ്ഞാങ്കോട് സകലരും യേശുവിനെ കാണണം. സ്വോത്രം. അതിനുവേണ്ടി ഈ കൺവെൻഷൻ ഞങ്ങൾ വെക്കുന്നത്. ഇതിനകത്ത് 1000 വരണമെന്നല്ല, ഇവിടെ ഉള്ള ഒരു കുഞ്ഞ് നശിച്ചു പോകരുത്. അവർ യേശുവിനെ കാണാം. ഒന്ന് എഴുന്നേൽക്കാം. ഈ കോവിഡ് കാലത്ത് എന്നെ നടത്തിയ ദൈവം ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്. കൈകൊട്ടി പാടാൻ നമുക്ക് കാരണമുണ്ട്. അന്യഭാഷയിൽ ആത്മാവിനൊന്ന് ആരാധിച്ചിട്ട് ഇന്ന് രാത്രി കെട്ടുകൾ അഴിയുന്ന രാത്രി, ബന്ധനങ്ങൾ അഴിയുന്ന രാത്രി, പോരുകൾ മാറുന്ന രാത്രി, എല്ലാ കരങ്ങളും അടിച്ച് കാലുകൾ ഏറെക്കുറെ വഴുതിപ്പോയി. എല്ലാ കരങ്ങളും അടിച്ച് കാട്ടാക്കട ഉണരട്ടെ, കാട്ടക്കോട് ഉണരട്ടെ. ഇത് ഉണർവിന്റെ കാലം, അന്ത്യകാലത്തിന്റെ അഭിഷേകം. The anointing power especially coming this ground.
ശക്തിയോടെ ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട് ഈ കോവിഡ് കാലം പാടാനേറെ കാരണമുണ്ട് ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട് കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട് ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു ശക്തിയോടെ ജനം ആരാധിച്ചാട്ടെ ഇന്ന് രാത്രി ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു ഉന്നത വിളിയാൽ വിളിച്ചു എന്നെ ചോദിച്ചത് ഉള്ളിൽ പോലും നിനച്ചതല്ല ഉന്നത വിളിയാൽ വിളിച്ചു എന്നെ ചോദിച്ചത് ഉള്ളിൽ പോലും നിനച്ചതല്ല ദയതോന്നി എന്റെ മേൽ ചൊരിഞ്ഞതല്ലേ ആയുസ്സെല്ലാം നിനക്കായി നൽകിയിടുന്നു ദയതോന്നി എന്റെ മേൽ ചൊരിഞ്ഞതല്ലേ ആയുസ്സെല്ലാം നിനക്കായി എല്ലാ നൽകിയിടുന്നു വാണികളും ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ഈ ജീവിക്കുന്നു രാത്രിയും സൗഖ്യമാക്കുന്ന കാര്യം ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു ഉറ്റോരുമുടയോര് ഉറ്റൊരു മുടയോര് തള്ളിക്കളഞ്ഞു കുറ്റം മാത്രം
ചൂരച്ചെടിയുടെ കീഴിൽ ഏലിയാവ് കിടക്കുകയാണ്. അവൻ മരണം കാത്ത് കിടക്കുകയാണ്. ആഹാബും ഇസബേലും അവനെ തട്ടുക. സ്തോത്രം. ഒരു ദൂതൻ അവിടെ ഇറങ്ങി ഏലിയാവിനെ തട്ടി, എഴുന്നേൽക്ക്, 40 ദിവസത്തെ വഴിദൂരം, ഹോരബിലേക്കൊരു യാത്ര, തുരുത്തിയിൽ വെള്ളം, കനലിൽ ചുട്ടയാട്ട. ഇന്ന് രാത്രി പ്രതിസന്ധികൾ ആഞ്ഞടിക്കുമ്പോൾ, തകർത്ത് കളയുമെന്ന് പിശാച് വാദിക്കുമ്പോൾ, ദേശത്ത് നിന്നെ പറപറപ്പിക്കുമെന്ന് പറയുമ്പോൾ, നിന്റെ തലമുറകൾക്കെതിരെ പോരാട്ടമിടുമ്പോൾ, ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ പറയണം, ഏലിയാവിനെ എഴുന്നേൽപ്പിച്ച ഒരു ദൈവം പൂഞ്ഞാങ്കോട് എന്നെ എഴുന്നേൽപ്പിക്കും. ഇന്ന് രാത്രി സ്തോത്രം. കരങ്ങളൊന്ന് ഉയർത്തിക്കൊണ്ട് കുഞ്ഞിനോട് ചേർന്ന് ഇന്ന് രാത്രി നിന്നെ വിളിച്ചവർ ഉണ്മയുള്ളോ, എല്ലാ കരങ്ങളും ഉയർത്തിയാട്ടെ. കണ്ണിൻ മണി പോലെ കാത്തിടുമേ. ഏത് കോവിഡ് വന്നാലും അപ്പച്ചമ്മച്ച നിന്നെ വിളിച്ചവർ ഉണ്മയുള്ളോ, കണ്ണിൻ മണി പോലെ കാത്തിടുമേ. അന്ത്യം വരെ വഴുതാതെ അവൻ കരങ്ങൾ ഉയർന്നു നിൽക്കട്ടെ. താങ്ങി നടത്തിയിടും പൊൻകാരനാ. അന്ത്യം വരെ വഴുതാതെ അവൻ താങ്ങി നടത്തിയിടും പൊൻകാരനാ. ജീവിതമാരുകിൽ അപ്പച്ചമ്മച്ചേ, ആ കരത്തെ ഇന്ന് രാത്രി മാറുകയോ ഇനി